കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. തുറന്നോസിന്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 167ാമത്തെ സെഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. കൊരിന്ത്യ ലേഖന പഠനത്തിലാണ് നാം ആയിരിക്കുന്നത്. 1 കൊരിന്ത്യർ അതിന്റെ 5ാമത്തെ അധ്യായം വരെ കഴിഞ്ഞ ദിവസം ചിന്തിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിച്ചു. ഇന്ന് 6ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഈ അധ്യായങ്ങളൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുവാനായിട്ട് ഇടയായി. ഇതിലൊന്നും വലിയ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള റൂളുകളോ നമുക്ക് മനസ്സിലാകാത്തതായിട്ടുള്ള വിഷയങ്ങളോ ഒന്നുമില്ല. വളരെ നിസ്സാരമായിട്ടുള്ള ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ഇടയിൽ തന്നെ സംഭവിക്കുന്ന പല കാര്യങ്ങൾക്കും മറുപടി പറയുന്ന നിലയിലാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 6ാമത്തെ അധ്യായമാണ്. ഇതും 20 വാക്യങ്ങൾ അടങ്ങുന്ന ഒരു ലളിതമായ അധ്യായമാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ചിന്തിക്കുവാൻ നമുക്ക് ഇടയാകും. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം ഒന്ന് പെട്ടെന്ന് ഓർപ്പിച്ചിട്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് ഗേറ്റ് മിനിസ്ട്രീസിന്റെ കേരളത്തിലെ 6ാമത്തെ ചർച്ച് ഈ 16-ാം തീയതി ഓഗസ്റ്റ് 16-ാം തീയതി പ്രാർത്ഥിച്ച് മൂവാറ്റുപുഴയിൽ സമർപ്പിക്കുവാനായിട്ട് പോവുകയാണ്. നമുക്ക് അനേക ചർച്ചകളുള്ളത് നിങ്ങൾക്കറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരളത്തിൽ നമുക്ക് അധികം ചർച്ചകളില്ല. സഭ കൂടിവരവുകളായിട്ട് നമ്മൾ കേരളത്തിൽ 5 ഇതുവരെ കൂടി വന്നുകൊണ്ടിരിക്കുന്നത്. 6ാമത്തെ ചർച്ച് മൂവാറ്റുപുഴയിൽ പ്രാർത്ഥിച്ച് സമർപ്പിക്കുവാനായിട്ട് പോവുകയാണ്. എന്നാൽ കേരളത്തിന്റെ വെളിയിൽ അനേക സ്ഥലങ്ങളിൽ 100 കണക്കിന് ചർച്ചുകൾ സഭായോഗങ്ങളായിട്ട് നമ്മൾ കൂടി വരുന്നുണ്ട്. പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ബൈബിൾ ക്ലാസ്സുകൾ, സഭാ കൂടിവരവുകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമെന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ അറിവിനായിട്ട് ഒരിക്കൽ കൂടി പറയാം, കേരളത്തിൽ നമുക്ക് പ്രവർത്തനങ്ങൾ ഉള്ളതുപോലെ തന്നെ ഗോവയിൽ നമ്മുടെ പ്രവർത്തനങ്ങളുണ്ട്, ആന്ധ്രാപ്രദേശിൽ അതുപോലെ പ്രവർത്തനങ്ങളുണ്ട്, ഒറീസയിൽ അനേക പ്രവർത്തനങ്ങളുണ്ട്, മഹാരാഷ്ട്രയിൽ നമ്മുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്, ഉത്തർപ്രദേശില്, ഹരിയാനയില്, പഞ്ചാബില്, ബംഗാളില്, ഈ ദേശങ്ങളിലൊക്കെ കർത്താവിന്റെ മഹത്വമേറിയ സുവിശേഷം എത്തിക്കുവാൻ ഇതിനോടകം നമുക്ക് ദൈവം സഹായിച്ചിട്ടുണ്ട്. അനേക സ്ഥലങ്ങളില് സഭാ കൂടിവരവുകളോടുകൂടി കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു. കേരളത്തിൽ നമ്മുടെ 6ാമത്തെ ചർച്ച് പ്രാർത്ഥിച്ച് ഈ ഓഗസ്റ്റ് മാസം 16-ാം തീയതി ഞായറാഴ്ച സമർപ്പിക്കുവാനായിട്ട് പോവുകയാണ്. ഞാൻ അതിന്റെ ഒരു ക്ലിപ്പ് മാത്രം ഒന്ന് പ്രൊജക്ട് ചെയ്യാം. അടുത്ത ആഴ്ചയിൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസുകൾ തരുന്നതായിരിക്കും. ഗേറ്റ് ചർച്ച് മൂവാറ്റുപുഴ, പുളിനാട്ട് പ്രൊപ്രൈറ്റീസ്, വെള്ളൂർക്കൊന്നം മൂവാറ്റുപുഴ, റൂം നമ്പർ 423. സഭായോഗവും വചന ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും അടുത്ത ആഴ്ച രാവിലെ 9:30 മുതൽ ഇത് പ്രാർത്ഥിച്ച് സമർപ്പിക്കുകയാണ്. എല്ലാ ആഴ്ചകളിലും തുടർന്ന് അവിടെ സഭായോഗം ഉണ്ടായിരിക്കും. കൂടി വരുവാനും ആ പ്രദേശത്തിനടുത്തു നിന്നൊക്കെ ഉള്ളവർക്ക് മൂവാറ്റുപുഴയിൽ വന്ന് ഞങ്ങളോടൊപ്പം ചേർന്ന് ആരാധിക്കണം എന്നാഗ്രഹിക്കുന്നവർ അവിടേക്ക് കടന്നു വരുവാനായിട്ട് വിശേഷാൽ ഓർപ്പിക്കുകയാണ്. ഈ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുവാനും എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുവാനായിട്ട് ഓർപ്പിക്കുകയാണ്. ബ്രദർ പ്രവീൺ അവിടുത്തെ ഇൻചാർജ് ആയിട്ട് അവിടുത്തെ ചാർജ് വഹിക്കുന്നു. അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുവാനായിട്ട് ഞാൻ വിശേഷാൽ ഓർപ്പിക്കുകയാണ്. മൂവാറ്റുപുഴയിൽ പ്രാർത്ഥിച്ച് ആരംഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഈ സഭായോഗത്തെ ഓർത്ത്, തുടർന്നുള്ള കൂടിവരവുകളെ ഓർത്ത് ആ ദേശത്തിനൊരു വലിയ വെളിച്ചമായി തീരുവാൻ ഈ കൂടിവരവ് ഇടയാകേണ്ടതിനായിട്ട് വിശേഷാൽ പ്രാർത്ഥിക്കുവാൻ പ്രാരംഭമായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. തുടർന്ന് നമ്മൾ കൊരിന്ത്യ ലേഖന പഠനത്തിലേക്ക് വരികയാണ്. എന്നാൽ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചോദ്യം കൂടെ മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ആ ചോദ്യം ഞാൻ ഈ ക്ലാസ്സിന് ശേഷം അവസാനമായിട്ട് കൈകാര്യം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലും ഞാൻ ഓർപ്പിച്ച ചോദ്യം തന്നെയാണ് ദ ഏജ് ഓഫ് അക്കൗണ്ടബിലിറ്റി. നമുക്ക് ഏത് പ്രായം മുതലാണ് ദൈവിക നിയമങ്ങൾക്ക് വിധേയത്വം ഉണ്ടാകുന്നത്, വിധേയരാകുന്നത് അല്ലെങ്കിൽ അധീനരാകുന്നത്? നന്മ തിന്മകളെ കുറിച്ച് തിരിച്ചറിയാൻ പ്രായമാകുന്നതിന് മുൻപേ മരിച്ചു പോകുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ ആത്മാക്കൾ എവിടെയായിരിക്കുന്നു? അവരുടെ സ്ഥിതി എന്താണ്? അബോർട്ടഡ് ആയി പോകുന്ന കുഞ്ഞുങ്ങൾ, ഗർഭസ്ഥ അവസ്ഥയിൽ വെച്ച് തന്നെ അബോർട്ടഡ് ആയി പോകുന്ന കുഞ്ഞുങ്ങൾ, അവരിലും ജീവനുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? മെന്റലി ചലഞ്ചഡ് ആയിട്ട് റിട്ടാർഡഡ് ആയിട്ടുള്ള ആൾക്കാര്, അവർ മരിക്കുമ്പോൾ അവരോട് ദൈവം എങ്ങനെ ഇടപെടും? അവരുടെ അവസ്ഥ എന്തായി തീരും? ഈ വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ കൊരിന്ത്യ ലേഖന പഠനത്തിന് ശേഷം അല്പമായിട്ട് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വളരെ ആധികാരികമായിട്ട് അതിന് മറുപടി പറയുവാൻ തക്കവണ്ണം വചന റെഫറൻസുകൾ നമുക്ക് ബൈബിളിൽ ഇല്ലാത്തത് കാരണം വളരെ ചുരുക്കമായിട്ട് അതിന് മറുപടി പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. മിഡാക്സ് ഡിസ്പെൻസേഷണൽ ഗ്രേസ് ഗോസ്പൽ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലും നമുക്ക് മനസ്സിലായിരിക്കുന്ന ദൈവിക പദ്ധതികളുടെ അടിസ്ഥാനത്തിലും ദൈവം അവരോട് എങ്ങനെ ഇടപെടാൻ പോകുന്നു എന്നുള്ള അഭിപ്രായം
ഞാൻ ഇതിന് അവസാനമായിട്ട് അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. കൊരിന്ത്യർ ലേഖന പഠനത്തിലാണ് നമ്മളായിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഉത്സാഹത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 5-ാമത്തെ അധ്യായം വരെയാണ് നമുക്ക് ചേർന്ന് പഠിക്കുവാൻ കർത്താവ് കൃപ തന്നത്. 5-ാം അധ്യായത്തിൽ നമുക്കറിയാം, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നുവെന്നും നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിപ്പീൻ, പഴയ പുളിമാവ് കൊണ്ടല്ല, പഴയ പുളിമാവ് നീക്കിക്കളയുവീൻ, പുതിയ പുളിമാവ് കൊണ്ട്, സ്വച്ഛതയും സത്യവുമായ പുതിയ പുളിമാവ് കൊണ്ട് തന്നെ ഉത്സവം ആചരിപ്പീൻ എന്നാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. ആ പഴയ പുളിമാവ് എന്താണ്, പുതിയ പുളിമാവ് എന്താണ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ച ഒരു നല്ല ഉദാഹരണം ആ അധ്യായത്തിൽ തന്നെ നമ്മൾ അതിനോടനുബന്ധിച്ച് പഠിക്കുവാനായിട്ട് ഇടയായി. അതിലൂടെയൊക്കെ ദൈവിക ഉദ്ദേശം എന്താണ്, ഗ്രേസ് ഗോസ്പലിൽ പാപങ്ങളെ, ദുർനടപ്പുകളെ എങ്ങനെ കൈകാര്യം ചെയ്യുവാൻ ദൈവിക ആലോചന പൗലോസ് അപ്പോസ്തലനിലൂടെ നമ്മളെ അറിയിച്ചിരിക്കുന്നു. ഈ വിഷയങ്ങളെയൊക്കെ നമ്മൾ പഠിച്ചു വരികയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ഇടയായി. ഇന്ന് നമ്മൾ 6-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഈ പുസ്തകം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിലേറ്റീവ്ലി സിമ്പിൾ പുസ്തകമാണ്. ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഞാൻ ഓർക്കുന്നു, റോമ ലേഖനമൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ 3-ാമത്തെ അധ്യായത്തിലേക്ക് വരാൻ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 5-6 ക്ലാസ് എടുത്തെന്നാ തോന്നുന്നത്. അതിനുശേഷം നമ്മൾ 3, 4, 5, 6, 7, 8 അധ്യായങ്ങളിലൊക്കെ ഒത്തിരി സമയങ്ങൾ 10 വാക്യങ്ങളുടെയൊക്കെ മേലെ പോയിട്ടില്ല. അത്രമാത്രം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടുന്ന പുസ്തകമായിരുന്നു അത്. കൊരിന്ത്യർ ലേഖനത്തിന് എന്തെങ്കിലും കുറവുണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. എല്ലാ തിരുവചനവും ദൈവശ്വാസീയമാണ്. എല്ലാ വചനത്തിനും അതിൻ്റെതായിട്ടുള്ള അർത്ഥവും ആധികാരികയും മഹത്വമുള്ള പുസ്തകങ്ങളും വചനങ്ങളുമാണ്. എന്നാൽ നമുക്ക് ഇൻ ഡെപ്ത് ആയിട്ട് ഇറങ്ങി പോകേണ്ടുന്ന കാര്യങ്ങൾ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. ദൈനംദിന ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളെ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അത് ഈസി ആയിട്ട് മനസ്സിലാക്കാനും അതിനെ എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യണം, അല്ലെ എങ്ങനെ അതിനെ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കണം എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാകുന്ന വിഷയമായതുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുന്നുണ്ട്. 5 അധ്യായം കഴിഞ്ഞു, 6-ാമത്തെ അധ്യായം ഇന്ന് തീരും. ഓരോ ദിവസവും ഓരോ അധ്യായം തീർക്കുന്ന ലെവലിലേക്ക് നമുക്ക് ഒരു പഠനം ഇതിൽ ലഭിക്കുന്നുണ്ട്. ഞാനത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് കൊരിന്ത്യ സഭയെക്കുറിച്ചാണ്, അതിലുള്ള ക്രമക്കേടുകളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ കൊരിന്ത്യ സഭ ആദ്യകാല സഭകളിൽ പ്രധാനപ്പെട്ട ഒരു സഭയായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിച്ച സഭകളിൽ പ്രധാനപ്പെട്ട സഭകളിൽ ഒന്നായിരുന്നു ഈ സഭ. ഇവിടെ ദൈവം അനേക ആത്മീക വരങ്ങൾ അവർക്ക് കൊടുത്തിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്നിരുന്നാലും ഭിന്നത, ദുർനടപ്പ്, അസൂയ, പിണക്കം, ശരിയായ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ, ഇതൊക്കെ ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന വലിയ ചാലഞ്ചസുകളായിരുന്നു. എല്ലാ ആത്മീക അനുഗ്രഹങ്ങളാലും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരുന്ന സഭകളാണ്. മറ്റു സഭകൾക്കൊന്നും ലഭിക്കാത്ത വലിയ ആത്മീക വെളിപ്പാടുകൾ ലഭിച്ചിട്ടുണ്ട്. കൊരിന്ത്യ ലേഖനം എഴുതിയിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഇന്ന് നാം പല കാര്യങ്ങൾക്കും വ്യക്തതയില്ലാതെ പോയേനെ. അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകമാണ്. അനേക ആത്മീക വരങ്ങൾ ദൈവം കൊടുത്തിട്ടുള്ള സഭയാണെങ്കിൽ തന്നെ ഇതുപോലുള്ള പല പ്രശ്നങ്ങളും അവരുടെ ഇടയിൽ നിലനിൽപ്പുണ്ടായിരുന്നു. ദുർനടപ്പ്, ഭിന്നത, അസൂയ, പിണക്കം, ദൈവവചനം എന്താണ്, ദൈവിക വിളി എന്താണ്, ദൈവിക വിളിയെക്കുറിച്ചുള്ള നമ്മുടെ ഒരു അവബോധം എന്താണ്, അങ്ങനെയൊക്കെ വളരെ കുറവുകൾ ഉണ്ടായിരുന്ന, പോരായ്മകൾ ഉണ്ടായിരുന്ന ഒരു സഭയാണ്. അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഈ കൊരിന്ത് പട്ടണം തന്നെ അധാർമികതയുടെ വിളനിലമായിരുന്നു. ഞാൻ അതിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് ഓർപ്പിക്കുകയുണ്ടായി. അവിടെ പാർട്ടി സ്പിരിറ്റും സെക്ഷുവൽ ഇമ്മോറാലിറ്റീസ്, പ്രോസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് അവരുടെ കൾച്ചറിന്റെ ഭാഗമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സമ്പൽ സമൃദ്ധമായ ഒരു സിറ്റിയാണ്. ഗ്രീസിന്റെ വെളിച്ചം എന്നറിയപ്പെടുന്ന ഒരു സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നടക്കാത്ത സെക്ഷുവൽ ഇമ്മോറാലിറ്റീസ്, എല്ലാ തരത്തിലുമുള്ള തിന്മകൾ നിറഞ്ഞിരുന്ന ഒരു നഗരമായിരുന്നു. അതുകൊണ്ട് അവരെ ശരിയാക്കിയെടുക്കുക, പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്ന ലെവലിലോട്ട് അവരെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അധികം എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല. താൻ ഏകദേശം 18 മാസത്തോളം അവിടെ താമസിച്ച് കൊരിന്ത് പട്ടണത്തിൽ തന്നെ ബൈബിൾ ക്ലാസ് എടുക്കുകയും പ്രാർത്ഥനകളും പല ബൈബിൾ സെഷനുകളും ഒക്കെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് തന്നെ അതിനുശേഷം താൻ പോയി കഴിഞ്ഞപ്പോഴത്തേന് അവരുടെ ഇടയിൽ ഭിന്നതയും അവരുടെ ഇടയിൽ ഈ പ്രശ്നങ്ങളൊക്കെ വീണ്ടും ഉടലെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ പുസ്തകത്തെ മൊത്തത്തിൽ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ 1 മുതൽ 15, 16, 15 അധ്യായങ്ങൾ നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് അവരുടെ ഇടയിൽ ആത്മീക ഐക്യത ഉണ്ടാകണം എന്നുള്ളതാണ് ഒരു പ്രധാന തീം. പല തീമുകളുണ്ട്, അതിലൊരു പ്രധാന തീം അവരുടെ ഇടയിൽ ആത്മീക ഐക്യത, സ്പിരിച്വൽ യൂണിറ്റി, അത് ഉണ്ടാകണം. അത് ആക്ച്വലി ഇല്ല. അതൊരു വലിയ ഭിന്നതയാണ്. ആ ഭിന്നത ഉണ്ടാകാൻ കാരണം ഡിവിഷൻസ്, അവരുടെ ഇടയിലെ ആ നേതൃത്വം,
മേധാവിത്വം, പല ജ്ഞാനവും, പല കഴിവും, പല പദവിയും ഒക്കെ അനുസരിച്ച് ആൾക്കാരോട് കൂടി അവർ ഭിന്നിക്കപ്പെട്ടു പോയിരിക്കുക, അങ്ങനെ ഡിവൈഡഡ് ആയി പോയിരിക്കുക. അതുകൊണ്ട് തന്നെ അവർക്ക് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടിയിരുന്ന ഒരു പ്രധാന ദൈവിക ഘടകമായിരുന്നു ആത്മീക ഐക്യത. അവര് ഈ പാർട്ട് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണെന്ന ബോധ്യം അവർക്ക് ആദ്യം ഉണ്ടാകണം. അവരുടെ ഇടയിൽ വലിപ്പച്ചെറുപ്പം ഉണ്ടാകാൻ പാടില്ല, പാർട്ടി സ്പിരിറ്റ് ഉണ്ടാകാൻ പാടില്ല, മേധാവിത്വം ഉണ്ടാകാൻ പാടില്ല. കാരണം സഭയിൽ ഒരു മനുഷ്യനും പ്രശംസിക്കാനുള്ള സ്കോപ്പ് ഇല്ല. ഒരു മനുഷ്യന് എത്ര കഴിവുള്ള ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, എത്ര ധനികനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ യാതൊരു പ്രത്യേകതയുമില്ല. ദ ബിലീവേഴ്സ് മസ്റ്റ് ബി യുണൈറ്റഡ് ഇൻ ക്രൈസ്റ്റ്. അതൊന്നാമത്തെ ക്വാളിറ്റി ആയിരിക്കണമെന്നാണ് കൊരിന്ത്യർ ലേഖനത്തിൽ കൂടി അവരെയും നമ്മളെയും ഒക്കെ പഠിപ്പിക്കുന്നത്. അത് നമ്മുടെ ഇടയിലും അങ്ങനെ തന്നെ ആയിരിക്കണം. ആത്മീക ഐക്യത ഉണ്ടായിരിക്കണം. സഭയുടെ ഇടയിൽ ഒരു ഭിന്നിപ്പുണ്ടാകാൻ പാടില്ല. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ റൈറ്റ് ഡിവിഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഗ്രേസ് ഗോസ്പൽ ആധികാരികമായിട്ട് പടരുവാനായിട്ടും ശരിക്കും പ്രചരിക്കുവാൻ ഇടയായിരുന്നുവെങ്കിൽ ഇന്ന് ലോകത്തിൽ ഒരു ക്രിസ്തീയ ഡിനോമിനേഷനെ കാണത്തുള്ളായിരുന്നു. കാര്യം നമ്മൾ സ്ട്രെസ് ചെയ്യുന്ന ഏറ്റവും പ്രധാന പോയിന്റാണ് ആത്മീക ഐക്യത എന്ന് പറയുന്നത്. ഇവിടെ ഭിന്നിപ്പിന്റെ വിഷയമേ ഉണ്ടാകാൻ പാടില്ല. ഇന്ന് 45,000-ലേറെ ഡിനോമിനേഷനുകളായിട്ട് പിരിഞ്ഞു പോയിരിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം ആത്മീക ഐക്യതയില്ലാത്തത് കൊണ്ട്. അതുണ്ടാകണം എന്നുള്ളതാണ് ഇതിലെ പരമപ്രധാനമായ പോയിന്റ്. രണ്ടാമതായിട്ട് പറയുന്നത്, വിശ്വാസികൾ അവരുടെ ശരീരവും അവരുടെ ജീവിത രീതികളും കൊണ്ട് ദൈവത്തെ ആദരിക്കണം. ദേ മസ്റ്റ് ലീഡ് എ ഹോളി ലൈഫ്. വിശുദ്ധിയോടുകൂടിയുള്ളൊരു ജീവിതം അവർ നയിക്കണം. നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന രീതി ക്രിസ്ത്യാനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. നമ്മൾ പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, എവിടെ ചെന്ന് കഴിഞ്ഞാലും ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുത്തുണ്ടം തിന്നണമെന്നൊക്കെ. അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയ ജീവിതത്തിൽ അത് ആപ്ലിക്കബിൾ അല്ല. നാടോടുമ്പോൾ നടുവേ ഓടുന്ന രീതി അല്ല ക്രിസ്തീയ രീതി എന്ന് പറയുന്നത്. നമ്മുടെ ഇടയിൽ വി മസ്റ്റ് ലീഡ് എ ഹോളി ലൈഫ്. നമ്മുടെ ശരീരം കൊണ്ടും നമ്മുടെ ജീവിത രീതി കൊണ്ടും ദൈവത്തെ പ്രസാദിപ്പിക്കണം, ദൈവത്തെ ആദരിക്കണം. നാം രക്ഷിക്കപ്പെട്ടവനായിട്ട് വിളിച്ചവരാണ്, കാര്യം ശരിയാണ്. രക്ഷയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണെങ്കിലും നമ്മുടെ അപ്പിയറൻസ്, നമ്മുടെ പ്രവർത്തന രീതികൾ ക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്നവരായിരിക്കണം എന്ന് തിരുവചനം നമ്മളെ ഓർപ്പിക്കുക. നമ്മളിൽ കൂടി നമ്മളോട് ഇടപെടുന്നവർ നമ്മൾ കൂടെ ക്രിസ്തുവിനെ അറിയണം. നമ്മളോട് സംസാരിക്കുന്നവർ നമ്മൾ കൂടെ ക്രിസ്തുവിനെ കാണണം. മനസ്സിലായോ? നമ്മുടെ ഇടപെടലും നമ്മുടെ അപ്പിയറൻസ്, നമ്മളെ കണ്ടാൽ, നമ്മളോട് ഇടപെട്ടാൽ, നമ്മുടെ ജീവിത രീതി കണ്ടു കഴിഞ്ഞാൽ നമ്മളിൽ കൂടി ആ ദൈവിക സ്നേഹം അവരിലേക്ക് ചെല്ലുന്ന രീതിയിലേക്ക് ഒരു മാതൃകാപരമായ ജീവിതം നാം നയിക്കണമെന്ന് രണ്ടാമതായിട്ട് ഇതിലൂടെ പഠിപ്പിക്കുക. കൊരിന്ത്യർ ലേഖനത്തിലെ രണ്ടാമത്തെ തീമാണ് ഞാനീ പറയുന്നത്. മൂന്നാമതായിട്ട് 12, 13, 14 അധ്യായങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ആത്മീക വരങ്ങളെ കുറിച്ച് പറയുക. ഇതെല്ലാം കൊടുത്തിരുന്നത് ദൈവസഭയുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്, നാം ക്രിസ്തു എന്ന തലയോളം വളരുവാൻ വേണ്ടിയിട്ട്. ഒരു ഗിഫ്റ്റും മറ്റൊരു ഗിഫ്റ്റിനെക്കാട്ടിൽ ശ്രേഷ്ഠതയേറിയതല്ല. അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഗിഫ്റ്റ് കിട്ടി, ഞാനാണ് സഭയിൽ ഏറ്റവും വലിയവൻ എന്ന് പറയുവാൻ വേണ്ടിയിട്ടല്ല. വലിപ്പച്ചെറുപ്പത്തിന്റെ വിഷയമേ സഭയിൽ ഉണ്ടാകരുത്. ഏറ്റവും ചെറിയവനും ഏറ്റവും വലിയവനും ആ ദേശത്തിലെ സ്റ്റാറ്റസ് അനുസരിച്ച്, അവരുടെ ജീവിത രീതി അനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ എന്താ പറയുന്നത് ധനത്തിന്റെ ഒരു നിലവാരം അനുസരിച്ചോ യാതൊരു വിധത്തിൽ ഒരു വലിപ്പച്ചെറുപ്പം, ഒരു ഏറ്റച്ചെറുപ്പം ഉണ്ടാകരുത്. ഓരോരുത്തർക്കും ദൈവം കൃപാവരങ്ങളെ ധാരാളമായിട്ട് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. അതെല്ലാം ദൈവസഭയുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ്. ഓരോരുത്തരും ക്രിസ്തു എന്ന തലയോളം വളരുവാൻ വേണ്ടിയിട്ടാണ്. അവസാനമായിട്ട് അതിന്റെ അവസാന അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ക്രിസ്തു യേശുവിന്റെ മഹത്വമേറിയ പുനരുദ്ധാനത്തെ കുറിച്ച്, അതിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഭാഗ്യകരമായ പ്രത്യാശയെക്കുറിച്ച്, ഉയർപ്പും സ്വർഗീയ ശരീരം ലഭിക്കാൻ പോകുന്നതും സ്വർഗീയ നിത്യവാസവും സഭ ഇവിടുന്ന് റാപ്ചേർഡ് ഔട്ട് ആകുന്ന കാര്യവും ഒക്കെയാണ് അതിന് അവസാനമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അവിടെ ഒരു ചോദ്യം തനിക്ക് ലഭിക്കുകയാണ്, പുനരുദ്ധാനം ഇല്ല എന്നവരുടെ ഇടയിൽ ഒരു വിശ്വാസമാണ്. പുനരുദ്ധാനമില്ല. ഗ്രീക്കുകാരോടൊക്കെ പുനരുദ്ധാനം എന്നൊക്കെ പറഞ്ഞാൽ അവർ ചിരിക്കും. അവർക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു വിശ്വാസമുള്ള കൂട്ടത്തിലല്ല മരിച്ചുപോയ ഒരാൾ പുനരുദ്ധാനം പ്രാപിക്കുക എന്ന് പറയുന്നത്. അവിടെ ഈ കൊരിന്തിലെ ആ സഭയിൽ പുനരുദ്ധാനം അവർക്കൊരു വലിയ വിഷയമായിരുന്നു. അങ്ങനൊന്നും ഇല്ല എന്നവർ വാദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ 15-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു പുനരുദ്ധാനം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് തെളിയിച്ച് അതിന് ദൃക്സാക്ഷികളെ നിരത്തി 500-ലധികം സാക്ഷികൾ ഇന്ന് ജീവനോടിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ വിഷയം ഉറപ്പിച്ച് അതിന്റെ അവസാനത്തിലേക്ക് പറഞ്ഞു വന്ന് നമ്മുടെ പുനരുദ്ധാനത്തിലെത്തി നാം ഇവിടുന്ന് പുനരുദ്ധാനം പ്രാപിക്കുന്നതും സഭ ഇവിടുന്ന് റാപ്ചേർഡ് ഔട്ടായി നിത്യം സ്വർഗത്തിലേക്ക് പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആ 15-ാമത്തെ അധ്യായം അവസാനിപ്പിക്കുക.
അങ്ങനെ ഈ കൊരിന്ത്യ ലേഖനം വളരെ അനുഗ്രഹീതമായ ഒരു പഠനമാണ്. കൊരിന്ത്യരുടെ ഈ ഉള്ളടക്കം എന്ന് പറയുന്നത് ആത്മീക ഐക്യം ഉണ്ടാകുവാനും വിശുദ്ധ ജീവിതം നയിക്കുവാനും തമ്മിൽ സ്നേഹം ആചരിക്കുവാനും ദൈവിക മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരായിരിക്കുവാനും ദൈവത്തെ വിശ്വസ്തയോടെ സേവിപ്പാനും നമ്മളോട് ആവശ്യപ്പെടുക. എന്നാൽ അതിലൊക്കെ ഉപരിയായി സഭയുടെ ഉൽപ്രാപണത്തിന് വേണ്ടി ഒരുങ്ങുവാനും നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിപ്പാനും മറ്റുള്ളവരെ അതിനുവേണ്ടി പ്രബോധിപ്പിക്കുവാനും നമ്മളെ ഉത്സാഹിപ്പിക്കുക. ഇതാണ് ചുരുക്കത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കൊരിന്ത്യ ലേഖനത്തിന്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്. ഞാൻ വിഷയത്തിലേക്ക് ഒരു 6-ാം അധ്യായം നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. കൊരിന്ത്യ ലേഖനം അതിന്റെ 1-ാമത്തെ കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായം 1 മുതൽ ചില വാക്യങ്ങൾ വായിച്ചിട്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുക. 1-ാമത്തെ അധ്യായം 6-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ തുടങ്ങിയ: നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തനോട് ഒരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുൻപാകെ അല്ല അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നുവോ? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്നറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഐഹിക കാര്യങ്ങളെ എത്രയധികം! എന്നാൽ നിങ്ങൾക്ക് ഐഹിക കാര്യങ്ങളെ കുറിച്ച് വ്യവഹാരമുണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നുവോ? നിങ്ങൾക്ക് ലജ്ജയ്ക്കായിട്ട് ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യേ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? അല്ല, സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു, അതും അവിശ്വാസികളുടെ മുമ്പിൽ തന്നെ. നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു. അതിനു പകരം നിങ്ങൾ അന്യായം സഹിച്ചുകൊള്ളാത്തത് എന്ത്? നഷ്ടം ഏറ്റുകൊള്ളാത്തത് എന്ത്? അല്ല, നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു, അതും സഹോദരന്മാർക്ക് തന്നെ. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. എങ്കിലും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. ഞാൻ മടങ്ങി വരാം. ഇവിടം വരെ നമ്മളൊന്ന് ചിന്തിച്ചിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. 6-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. 1 മുതൽ 6 വരെ ഞാൻ ഒന്നുകൂടെ ഒന്ന് വായിച്ചോട്ടെ, നിങ്ങളുടെ ആ ശ്രദ്ധ ഒന്ന് ഫോക്കസ്ഡ് ആയിട്ട് അതിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തനോട് ഒരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുൻപാകെ അല്ല അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നുവോ? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഐഹിക കാര്യങ്ങളെ എത്രയധികം! എന്നാൽ നിങ്ങൾക്ക് ഐഹിക കാര്യങ്ങളെ കുറിച്ച് വ്യവഹാരമുണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നുവോ? നിങ്ങൾക്ക് ലജ്ജയ്ക്കായിട്ട് ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യേ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? അല്ല, സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു, അതും അവിശ്വാസികളുടെ മുമ്പിൽ തന്നെ. ഈ വിഷയം നിങ്ങൾക്ക് ഇതിനോടകം ഞാനിപ്പോ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ ഏതാണ്ട് ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് എന്താണ് ഞാൻ പറയാൻ പോകുന്നത് എന്നുള്ളത്. വളരെ വ്യക്തമായി ഇതിനെ ഒരു അല്പം സാവകാശം ഒന്ന് ശാന്തമായിട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ തന്നെ പല കാര്യങ്ങളും നമുക്ക് പിടികിട്ടും. നമ്മുടെ ഈ വായനാശീലം നമ്മൾ ഈ വായിക്കുമ്പോൾ തന്നെ അതിനെ ഒന്ന് നിർത്തി കാര്യങ്ങളെ ഗ്രഹിക്കത്തക്ക രീതിയിൽ വായിക്കണം. 38 ആണ്ട് രോഗം ബാധിച്ച് കിടന്ന ആളെന്നുള്ള രീതിയിൽ വായിക്കാതെ 38 ആണ്ട് രോഗം കിടന്ന ഒരാള് ദൈവം സൗഖ്യമാക്കി എന്ന് പറഞ്ഞ് ആണ്ടുരോഗമാണോ പാണ്ഡുരോഗമാണോ വായിക്കുന്നത് എന്നുള്ളത് ഉപദേശിക്ക് പോലെ കൺഫ്യൂഷൻ ആയിപ്പോയി. 38 ആണ്ട് രോഗം ബാധിച്ച് കിടന്ന ഒരാൾ. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരുത്തനോട് കർത്താവ് പറയുന്നുണ്ട്, നിന്റെ കിടക്ക എഴുന്നേറ്റ് കിടക്ക എടുത്തോണ്ട് നടക്കാന്ന്. അപ്പൊ ഒരു പിടിയും കിട്ടുന്നില്ല അത് എന്തോ വായിക്കുന്നെന്നുള്ളത്. നീ എഴുന്നേറ്റ് കിടക്കാന്ന് പറയുന്നു, പിന്നെ എടുത്തോണ്ട് നടക്കാന്ന് പറയുന്നു. നിന്റെ കിടക്ക എടുത്തോണ്ട് നടക്കാന്നാ പറയുന്നത്, എഴുന്നേറ്റ് കിടക്ക എടുത്തോണ്ട് നടക്കാന്നാ പറയുന്നത്. വായിക്കുന്നത് ഒന്ന് വ്യക്തമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ പകുതി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. ഇവിടെ തന്നെ ഞാനൊരു എക്സ്പ്ലനേഷൻ തരേണ്ടെന്ന ആവശ്യം കാണുന്നില്ല. അതുപോലെ തന്നെ കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ്. എന്നിരുന്നാലും ഞാനൊന്ന് പറഞ്ഞു പോകാം. 1 മുതൽ 6 വരെ വിശ്വാസികൾ പ്രശ്ന പരിഹാരത്തിനായി കോടതികളിലും മറ്റ് സാമൂഹിക സ്ഥലങ്ങളിലുമൊക്കെ ആശ്രയിക്കുന്നു. ആ വിഷയത്തിൽ നാം എന്ത് ചെയ്യണം എന്ന് ഈ 1 മുതൽ 6 വരെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുക. അതായത് സഭയിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, സഭ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ ഒന്നുമല്ല, വിശ്വാസികളുടെ കൂട്ടമാണ്. മനസ്സിലായല്ലോ? വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവമക്കളുടെ ഒരു അസംബ്ലിയാണ് സഭ എന്ന് പറയുന്നത്. നമ്മുടെ ഇടയിൽ നാം കൂടി വരുന്നവരുടെ ഇടയിൽ നാം
ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ആ സഭയുടെ ഭാഗമായിരിക്കുന്ന ലോക്കൽ അസംബ്ലിയിൽ ഇവിടെ വിശ്വാസികളുടെ ഇടയിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകാം. കാര്യം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണ്. എല്ലാവരും ഹരിചന്ദ്രനെ പോലെ മഹാത്മാഗാന്ധിയെ പോലുള്ള ആൾക്കാരല്ല. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. അത് പല രീതിയിലുള്ള ഡിസ്കഷനുകളിലേക്കൊക്കെ വഴി വയ്ക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ വിശ്വാസികൾ പ്രശ്ന പരിഹാരത്തിനായി കോടതികളിൽ പോകുന്നു, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചു വരുത്തുന്നു, അല്ലെങ്കിൽ തഹസീൽദാരെ വിളിച്ചു വരുത്തുന്നു. അതിൽ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള വിഷയങ്ങൾ, പല തരത്തിലുള്ള പ്രശ്നങ്ങൾ. ആ വിഷയത്തിൽ നാം എന്ത് ചെയ്യണം എന്നാണ് ഈ ഭാഗത്ത് വിശദീകരിക്കുന്നത്. നമുക്കറിയാം, ഈ 5-ാമത്തെ അധ്യായത്തിൽ ദുർനടപ്പ്, ഭിന്നത എന്നുള്ള വിഷയങ്ങളൊക്കെ കഴിച്ചിട്ട് 6-ാമത്തെ അധ്യായത്തിൽ വന്നപ്പോഴത്തേന് സഭയിലെ ക്രമക്കേടുകളാണ് പറയുന്നത്. ആ ക്രമക്കേടുകളിൽ ഒരു പ്രധാന ക്രമക്കേടാണ് ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ്, വിശ്വാസികളുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ വിശുദ്ധന്മാരുടെ മുമ്പാകെ അല്ല അഭക്തന്മാരുടെ മുമ്പാകെ വ്യവഹാരത്തിന് പോകുന്നു. ഇത് കണ്ടില്ലയോ? വിശുദ്ധന്മാരുടെ മുമ്പാകെ അല്ല അഭക്തന്മാരുടെ മുൻപാകെ. ഇതാരാണ് ഈ അഭക്തന്മാരെന്നുകൊണ്ട് പോൾ ഉദ്ദേശിക്കുന്നത്? ദൈവസഭയ്ക്ക് വെളിയിലുള്ളവരെല്ലാം അഭക്തന്മാരാണ്. അവർക്ക് എന്താണ് കുഴപ്പം? അവർക്ക് ഈ ലോകപരമായിട്ടൊരു കുഴപ്പമില്ല. അവരൊക്കെ വളരെ മാന്യന്മാരാണ്, അവർ നല്ല ആൾക്കാർ തന്നെയാണ്, അവർക്കൊരു കുഴപ്പമില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ നിത്യതയോടുള്ള ബന്ധത്തിൽ, നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിൽ, ദൈവിക ആധ്യാത്മിക കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ അവരെല്ലാവരും ഈ ദേശത്തും ഈ ലോകത്തിലും ജീവിച്ച് 7-10 ഏറെയായാൽ 80 വർഷം ജീവിച്ച് ഇവിടെ പട്ടുപോകാനുള്ളവരാ. ഈ സത്യം അറിയാതെ നിത്യ നരകാഗ്നിയിലേക്കും എറ്റേണൽ ലേക്ക് ഓഫ് ഫയറിലേക്ക് പോകുന്നവരാ. അവരാരും ഈ സത്യം മനസ്സിലാക്കിയോ നിത്യജീവൻ അവകാശികളാക്കി തീരുവോ ചെയ്തിട്ടുള്ളവരല്ല. നാം നിത്യതയിൽ വസിക്കാനുള്ളവരാ. നമുക്ക് ഇവിടുത്തെ 7-10 ഏറെയായാൽ 80 വർഷം എന്ന് പറയുന്നത് ഇവിടെ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന ഒരു ചെറിയ ടൈം പീരീഡാണ്. നമുക്ക് കോടാനുകോടി വർഷങ്ങൾ, യുഗങ്ങൾ, നിത്യത ദൈവത്തോടൊപ്പം സ്വർഗത്തിൽ വസിക്കാനുള്ളവരാ. ആ തിരഞ്ഞെടുപ്പ് നമുക്ക് ഇവിടെ വെച്ച് തന്നെ ലഭിച്ചിരിക്കുക. അത് നമുക്ക് ബോധ്യമായിരിക്കുക. നാം ഒരു ക്രിസ്തീയ വിളിക്ക് ഓഹരിക്കാരനായി തീർന്നിരിക്കുക. നാം നിത്യം സ്വർഗത്തിൽ വസിക്കുന്ന ആ ഒരു ദൈവിക തിരഞ്ഞെടുപ്പ് നമുക്ക് ഇവിടെ വെച്ച് തന്നെ ലഭിച്ചിരിക്കുകയും നമ്മുടെ നിത്യത ഇവിടെ വെച്ച് തന്നെ ആരംഭിക്കുകയും ചെയ്തിരിക്കുക. നാം ഈ മൺകൂടാരത്തിലായിരിക്കും. നമ്മുടെ നിത്യതയുടെ ആദ്യ പോർഷൻ നാം ഈ മൺകൂടാരത്തിലായിരിക്കുമ്പോൾ തന്നെ ആരംഭിച്ചു. എന്നാൽ ഞാൻ ഓർപ്പിക്കാറുള്ള പോലെ തന്നെ UPS പവർ സപ്ലൈ, അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ ചേഞ്ച് ഓവർ, ടേക്ക് ഓവർ ചെയ്യുന്നത് മാതിരി ഒരു സമയം, ഒരു സുപ്രഭാതത്തിൽ കർത്താവിന്റെ വരവാകും. അന്ന് കണ്ണി മിടയ്ക്കുന്നതിനിടയിൽ നാം ഇവിടുന്ന് രൂപാന്തരപ്പെടും. നമുക്ക് പുതിയ ഒരു ശരീരം ലഭിക്കും, ഒരു ആത്മീക ശരീരം ലഭിക്കും. നാം സ്വർഗത്തിൽ ചേർക്കപ്പെടും. നാം അത് ഈ ഇവിടെ നിന്നതും അവിടെ ചേർക്കപ്പെട്ടതും നമ്മളുടെ ഒരു ഗ്യാപ്പ് ഇല്ലാത്തവണ്ണം കണ്ണിമയ്ക്കുന്നതിനിടയിൽ, ഞാൻ ഈ പറഞ്ഞതിനിടയിൽ എത്ര പ്രാവശ്യം കണ്ണടച്ചു കണ്ണിമച്ചു എന്നുള്ളത് എനിക്ക് തന്നെ അറിയത്തില്ല. ആ ഗ്യാപ്പിനിടയിൽ നാം ഇവിടുന്ന് ചേർക്കപ്പെട്ടു കഴിഞ്ഞാൽ നാം നിത്യതയിലാകാൻ പോകുന്നവരാ. നിത്യതയിൽ കർത്താവിന്റെ കൂട്ടവകാശത്തിലാണ് നാം ആകാൻ പോകുന്നത്. യേശു ക്രിസ്തുവിന് എന്ത് അധികാരമുണ്ടോ ആ അധികാരം നമുക്ക് തന്നിരിക്കുക. കർത്താവിന്റെ കൂട്ടവകാശമാണ്. ജോയിൻ ഹെയർസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദൂതന്മാരെ നമ്മൾ വാഴും. ഗബ്രിയേലും മിഖായേലും ഒക്കെ നമ്മളുടെ ഉത്തരവിന് വേണ്ടി കാത്തിരിക്കുന്ന രീതിയിൽ നമുക്ക് ആ അധികാരം പകരപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ ചേർക്കാൻ പോവുകയാണ്. നമുക്കത് മനസ്സിലായില്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കണം. നമ്മുടെ വിളി എന്താണ്, നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്താണ്, നമ്മുടെ വിളിയുടെ അതിന്റെ മഹത്വമേറിയ ആ വിളി എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുഴുവൻ മാറാൻ തുടങ്ങും. അതാ പോൾ ഇവിടെ പറയുന്നത്. ഇവിടെ പോൾ അവരെ ശാസിക്കുക. യഹൂദന്മാർ പൊതുവെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നേരെ കോടതിയിലോട്ട് പോകത്തില്ല. അവരുടെ എല്ലാ ഡിസ്പ്യൂട്ടുകളും ന്യായപ്രമാണ പ്രകാരമാണ് അതിനെ അവര് വിസ്തരിക്കുന്നത്. അവർക്ക് സഞ്ചരിക്കുന്ന കോടതിയുണ്ട്. നമുക്കറിയാം, അവരെ റോമൻസ് വാഴുമ്പോഴും ഗ്രീക്കുകാർ വാഴുമ്പോഴും ഒക്കെ അവരെ നേരിട്ട് കൊണ്ട് റോമൻ ഗവൺമെന്റിന്റെ ജയിലിൽ കൊണ്ടിടാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ റോമൻ പോലീസുകാർ വന്നിട്ട് അവരെ പിടിച്ചിട്ട് അവരെ ആ റോമൻ നിയമം അനുസരിച്ച് വിധിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവരെ ന്യായപ്രമാണം പ്രകാരം വിധിക്കണം. ഇത് റോമൻസിന് അറിയത്തില്ല, അല്ലെങ്കിൽ ഗ്രീക്കുകാർക്ക് അറിയത്തില്ല എന്താണ് ഇവരുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് സന്നിദ്രിൻ സംഘത്തെ അവരുടെ ഇടയിൽ നിന്ന് നിയമിച്ചിരിക്കുന്നത്. ഇതിനെയാണ് സന്നിദ്രിൻ കൗൺസിൽ എന്ന് പറയുന്നത്. അവരാണ് ആദ്യം പിടിക്കുന്നത്. അതാണ് സഞ്ചരിക്കുന്ന കോടതി. അവരാ വന്ന് പിടിക്കുന്നത്. ഈ വേശ്യാസ്ത്രീയെ പിടിക്കുന്നതും കർത്താവിനെ ഗെത്സമനയിൽ വെച്ച് പിടിക്കുന്നതും ഒക്കെ സന്നിദ്രിൻ സംഘമാണ്. സ്തേഫാനോസിനെ എറിഞ്ഞു കൊല്ലുന്നതും സന്നിദ്രിൻ സംഘമാണ്. പിടിക്കുന്നത് സന്നിദ്രിനാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, യഹൂദന്റെ നിയമം അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവര് ന്യായപ്രമാണ പ്രകാരമാണ് ഒരു കാര്യങ്ങൾക്ക് കുറ്റം വിധിക്കുന്നത്. അതായത് തിരുവചനമാണ് അവരുടെ ആശ്രയം.
അവർക്ക് ലഭിച്ചിരിക്കുന്നത് ഉൽപ്പത്തി മുതൽ മലാഖി വരെ എഴുതിയിരിക്കുന്ന തനാക്ക. ആ തനാക്കിൽ എന്ത് പറഞ്ഞിരിക്കുന്നു, ഈ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് തനാക്കിൽ പറഞ്ഞിട്ടുണ്ട്. ആ തോറായിൽ അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതാണ് നിയമം. അതിനനുസരിച്ചാണ് അവരുടെ കാര്യങ്ങൾ അവർ തീരുമാനിക്കുന്നത്. അല്ലാതെ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകത്തില്ല. എന്നാൽ ഈ സഭ, കൊരിന്ത് സഭ ഗ്രീക്കിലായിരിക്കുന്നത്, ഗ്രീസില്. അവിടെ ഗ്രേക്കർക്ക് ഈ പോലീസ് സ്റ്റേഷനും കോടതിയും ഒക്കെ വലിയ താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അവര് അനേകർ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ സഭയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ നേരെ അങ്ങ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുക, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു കൗൺസിൽ വിളിച്ചു കൂട്ടുക, അവിടുത്തെ സിറ്റി കൗൺസിലിനെ വിളിപ്പിക്കുക, അവിടെ പ്രശ്നവുമായിട്ട് ചെല്ലുക. ഈ ഒരു സംഗതി ഇപ്പോൾ അതിനെ ശാസിക്കുക. നിങ്ങളിൽ ഒരുത്തിന് മറ്റൊരുത്തിനോട് ഒരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുൻപാകെ അല്ല അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നുവോ? ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഇതിനേക്ക് നമ്മൾ ചിന്തിച്ചു നോക്കണം. ഇന്ന് ക്രിസ്തീയ സഭകളിൽ എന്തെങ്കിലും വ്യവഹാരം ഉണ്ടെങ്കിൽ, ഉണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, വ്യവഹാരമേ ഉള്ളൂ. നിറയെ പ്രശ്നങ്ങളാണ്. ഒരുമാതിരിപ്പെട്ട ഏത് സഭയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും പ്രശ്നങ്ങളാണ്. ഒരു 3-4 ഗ്രൂപ്പ് ഉണ്ട്. കൂടാതെ ഏതാ പറയുന്നത്, സഭ നിയന്ത്രിക്കുന്നവരും അച്ഛനും കപ്പ്യാരും കൂട്ടരും പാസ്റ്ററും മറ്റുള്ളവരും എല്ലാവരുമായിട്ട് പ്രശ്നങ്ങളാണ്. പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. പല വലിയ വലിയ ഇന്റർനാഷണൽ കേസുകൾ നടക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ എത്രയോ വലിയ കേസുകൾ നടക്കുന്നുണ്ട്, കോടതികളിൽ നടക്കുന്നുണ്ട്, സഭാപരമായിട്ടുള്ള വഴക്കുകൾ, കേസുകൾ. അപ്പം ഇതൊന്നും ക്രിസ്ത്യാനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമേ അല്ല. നമ്മുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ സഭയ്ക്കകത്ത് ആ പ്രശ്നം തീർക്കണം. ഒരു അഭക്തന്റെ അടുക്കൽ കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും തരം താണു പോയിരിക്കുന്നു എന്ന് അതിന്റെ അർത്ഥം. നിങ്ങൾക്ക് ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് മനസ്സിലായിട്ടില്ല, നിങ്ങളുടെ വിളി എന്താണെന്ന് മനസ്സിലായിട്ടില്ല, നിങ്ങളുടെ അധികാരം എന്താണ്, ദൈവസഭ എന്ന് പറഞ്ഞാൽ എന്താണെന്നേ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലായിരുന്നെങ്കിൽ ദൈവസഭയുടെ ഒരു വിഷയവും എടുത്തുകൊണ്ട് ഏക്കേതാ പൂക്കേതാന്ന് അറിയാത്ത ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിരുന്ന് നിങ്ങളതിന് സമാധാനം ചോദിക്കത്തില്ലായിരുന്നു, ആ വ്യവഹാരവുമായിട്ട് അവിടെ പോകത്തില്ലായിരുന്നു എന്നാ പോൾ ഈ വാക്യത്തിൽ പറയുന്നത്. രണ്ടാമത്തെ വാക്യം അവിടെ പറയാണ്, വിശുദ്ധർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുകയാണ്, വിശുദ്ധന്മാർ ഭാവിയിൽ ലോകത്തെ, അതായത് ഈ അഖിലാണ്ടത്തെ മുഴുവനും ഭരിക്കാൻ പോവുക. ഈ ലോകത്തെ ഭരിക്കുക എന്ന് പറയുമ്പോഴത്തേനും നമ്മള് ഈ ലോകത്തിൽ പുത്തനാം യെരൂശലേമിനെ ഭരിക്കാനുള്ള ഒരു അധികാരം നമുക്ക് അതിന്റെ മേലെ ഉണ്ടെന്നല്ല അതിന്റെ ഒരു വ്യാഖ്യാനം. മനസ്സിലായോ? ഈ കാലഘട്ടത്തിൽ അവരുടെ ഇടയിലെ വിഷയങ്ങളെ വിധിക്കാൻ സഭയിലുള്ള വിശുദ്ധന്മാർ യോഗ്യന്മാരാണ്. അത് ശരി. അപ്പൊ ആരാണ് ഈ സഭയിലുള്ള വിശുദ്ധന്മാരെന്ന് വേണമെങ്കിൽ ചോദിക്കാം. നമ്മുടെ നോട്ടത്തിൽ നമുക്ക് ഒരു പക്ഷെ ഉണ്ടെങ്കിൽ ഒരാളെ വലിയ വിശുദ്ധനായിട്ടൊന്നും തോന്നുന്നില്ലായിരിക്കാം. പക്ഷെ എന്നുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഏതൊരു മനുഷ്യനും വിശുദ്ധനാണ്. അവനെ വിശുദ്ധനെന്നാണ് പൗലോസ് അപ്പോസ്തലൻ അഡ്രസ് ചെയ്തിരിക്കുന്നത്. നാം എല്ലാവരും വിശുദ്ധന്മാരാ. വിശുദ്ധ ചുംബനത്താൽ നമ്മൾ വന്ദനം ചെയ്യുക, വിശുദ്ധന്മാർക്ക് വന്ദനം ചെയ്യുക, കൊരിന്തിലെ വിശുദ്ധന്മാർക്ക് വന്ദനം ചെയ്യുക. ഈ പ്രശ്നങ്ങളെല്ലാം ഇരിക്കുക, അപ്പന്റെ ഭാര്യയെ വെച്ചിരിക്കുന്നവന് ഇരിക്കുക. മനസ്സിലായോ? ഈ സമയത്തും കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായ ദൈവജനം ഉള്ള ആ ഒരു ഗ്രൂപ്പിനെ വിശുദ്ധന്മാർ എന്നാണ് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും വിശുദ്ധന്മാരാണ്. എന്റെ മുൻപിലിരിക്കുന്ന കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും വിശുദ്ധന്മാരെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യരാണ്. നമ്മുടെ ജീവിതത്തിൽ സാരമായ കുറ്റങ്ങളും തെറ്റുകളും ഒക്കെ വരുന്നവരാണ്. ഞാനൊരു വിശുദ്ധനാണോ എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഇവിടെ തെറ്റും കുറ്റമില്ലാത്ത ഒരു മനുഷ്യനുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്. തെറ്റ് ചെയ്യാൻ ഞാൻ എൻകറേജ് ചെയ്യുകയല്ല, തെറ്റ് ചെയ്യാൻ പാടില്ല. അതിനെയാണ് നമ്മൾ ഈ അഡ്രസ്സ് ചെയ്യുകയും അതിന്റെ അടിവേരാണ് ഈ അറുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. തെറ്റ് ചെയ്യണമെന്നല്ല പറയുന്നത്. ദൈനംദിന ജീവിതത്തിൽ നമ്മിൽ വന്നു പോയിട്ടുള്ള കുറവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഏറ്റു പറയണം. നാം അത് കർത്താവിന്റെ സന്നിധിയിൽ ക്രമീകരണം പ്രാപിക്കണം. പക്ഷെ അതുകൊണ്ട് നമ്മൾ വിശുദ്ധൻ എന്നുള്ള പദവിയിൽ നിന്ന് അശുദ്ധനായിട്ട് വീണു പോവുകയല്ല ചെയ്യുന്നത്. ഇവിടെ വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്നറിയുന്നില്ലയോ? ആരാണ് ഈ വിശുദ്ധന്മാർ? കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടാൻ പോകുന്ന നാം ഓരോരുത്തരുമാണ്. നമ്മൾ എത്ര പേര് ചേർക്കപ്പെടും? നാം എല്ലാവരും ചേർക്കപ്പെടും. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. ഇവരോട് തന്നെയാ പറയുന്നത്. നാം എല്ലാവരും കണ്ണുമിക്കുന്നതിനിടയിൽ രൂപാന്തരപ്പെടും. ആ വിശുദ്ധന്മാരാണ് നാം ഓരോരുത്തരും. നമ്മളെ മറ്റുള്ളവർക്ക് ആക്ഷേപിക്കാനായിട്ട് വേണമെങ്കിൽ ഇതെടുത്തിട്ട് പറയാവോ ഒരു വിശുദ്ധനെ കണ്ടില്ലയോ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താലാണ് നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്, നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. ആ രക്തം വിശുദ്ധമാണെന്നുണ്ടെങ്കിൽ നാമും വിശുദ്ധരായി തീർന്നിരിക്കുക.
അതുകൊണ്ട് അപ്പോൾ ഈ വാക്യത്തിൽ പറയുന്നത് വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും. നാം എല്ലാവരും ലോകത്തെ വിധിക്കുന്ന നിലയിൽ നമ്മെ ഏത് നിലവാരത്തിൽ ദൈവം ആക്കാൻ പോകുന്നു എന്നുള്ളത് നാം അവിടെ ചെന്ന് കഴിയുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ. നാം ചെയ്ത പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി നമുക്കുണ്ടാകാൻ പോവുകയാണ്. നമ്മെ ഏത് പദവിയിൽ ചേർക്കപ്പെട്ട് കഴിയുമ്പോൾ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റിൽ നിന്ന് ദൈവം ഏത് പദവിയിലേക്കാണ് നമ്മളെ ആക്കുവാൻ പോകുന്നത് നാം അറിയുന്നില്ല. എന്ത് തന്നെ ആയിരുന്നാലും നാം ഈ ലോകത്തെ, ഈ അഖിലാണ്ടത്തെ, ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന പുതുവാന ഭൂമികളെ വാഴത്തക്ക നിലയിലുള്ള അധികാരത്തിലേക്കാണ് ദൈവം നമ്മളെ ആക്കുവാനായിട്ട് പോകുന്നത്. അങ്ങനെ നിങ്ങൾ ആ ലോകത്തെ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? നിങ്ങളുടെ വിളി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിക്കുക കൊരിന്ത്യരോട്. നിങ്ങളുടെ ചർച്ചിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രോബ്ലവുമായിട്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് എന്തുകൊണ്ട്? ഹൗ ക്യാൻ യു ടേക്ക് ദിസ് പ്രോബ്ലം ടു ദ പോലീസ് സ്റ്റേഷൻ? എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല? വിശുദ്ധന്മാരെ സഭയിൽ ലോകത്തെ, അഖിലാണ്ടത്തെ ഭരിക്കും എങ്കിൽ ഈ കാലഘട്ടത്തിൽ അവരുടെ ഇടയിലെ വിഷയങ്ങളെ വിധിപ്പാനും അവർ യോഗ്യരാണ്. എഫേസ്യ ലേഖനം 1:3 പറയുന്നത്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം, പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ പോവുക. നാം നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുക. നമ്മുടെ പദവി എന്താണെന്ന്, നമ്മുടെ വിളി എന്താണെന്നുള്ളതിന്റെ 1% പോലും നമ്മിൽ പലർക്കും മനസ്സിലായിട്ടില്ല. അത് തന്നെയാണ് കൊരിന്തിലെയും വിഷയം. അത് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ കൂടെ പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിന്ന് അടുത്ത നിമിഷം കർത്താവിന്റെ വരവായാൽ നാം ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ നാം കർത്താവിന്റെ കൂട്ടവകാശത്തിൽ അനുഗ്രഹിക്കപ്പെട്ട അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവത്തോടൊപ്പം സ്വർഗത്തിലായിരിക്കാൻ പോവുക. ആ അധികാരമുള്ള നിങ്ങൾ പാരലായിട്ടൊന്ന് ആലോചിച്ച് നോക്കണം. ഇന്നത്തെ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ ഈ വിഷയമായിട്ട് പോകുന്ന പോലീസുകാരനും അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്തിലെ മെമ്പറോ അല്ലെന്നുണ്ടെങ്കിൽ പ്രസിഡന്റോ, ഞാൻ അവരെ ആരെയും കുറച്ച് കാണില്ല, അവരൊക്കെ നമ്മളോട് കൂടെ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവർ ഇതിൽ വന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നാം ഈ ലോകത്തിലെ ജുഡീഷ്യറിയുടെ പുറകെ പോകാതെ സ്വർഗത്തിലെ ജുഡീഷ്യറിയുടെ അണ്ടറിലായിരിക്കണം ഇവിടെ ആയിരിക്കുമ്പോഴും എന്ന് ഓർപ്പിക്കുക. ദൈവസഭയായത്, ഹല്ലേലൂയ, ദൈവം അധിവസിക്കുന്ന, ദൈവത്തിന്റെ നിയമം, ദൈവിക താല്പര്യങ്ങൾ, ദൈവിക നിശ്ചയങ്ങൾ നിറവേറുന്ന ഒരു ലോകത്തിലെ ഒരു സ്ഥലമാ ഈ ദൈവസഭ. ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെ ഇതിന്റെ ഉള്ളിൽ തീർക്കണമെന്ന് പറയുക. ഹല്ലേലൂയ. ഭാവിയിലെ നമ്മുടെ അധികാരം യേശുക്രിസ്തുവിന്റെ കൂട്ടവകാശമാണ്. 3-ാമത്തെ വാക്യത്തിലേക്ക് കിടക്കാം. നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഐഹിക കാര്യങ്ങളെ എത്രയധികം. ഇതാണ് നമ്മുടെ പവർ. ഇതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, മിഖായേലിനോട് ദൈവം ഇപ്പോൾ വിളിച്ചിട്ട് ചോദിക്കുക, മിഖായേലെ നീ ഇത്രത്തോളം വളരെ വിശ്വസ്തനായിരുന്നു, നിനക്ക് എന്തു വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിഖായേല് ദൈവത്തിന്റെ കാൽക്കൽ വീണിട്ട് പറയും, കർത്താവെ എന്നെ ഒരു മനുഷ്യനാക്കണമെന്ന് പറയും. കാര്യം ഇതെന്താണ് നമുക്ക് ലഭിക്കാൻ പോകുന്ന പദവി എന്നുള്ളതിനെ കുറിച്ചൊരു ഏകദേശ ഐഡിയ ദൂതന്മാർക്ക് അറിയാം. ദൂതന്മാരെ വാഴുന്ന ലെവലിലോട്ട് നാം പോവുക, ചേർക്കപ്പെടാൻ പോവുക. നാം ദൂതന്മാരെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഐഹിക കാര്യങ്ങളെ എത്രയധികം. ഇതൊക്കെ വെറും പീനട്ടുകളാണ്. ഇവിടുത്തെ പ്രശ്നങ്ങൾ വെറും പീനട്ടാണ്. ഈ സംഗതികളെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയത്തില്ലയോ എന്ന് ചോദിക്കുക. 4-ാമത്തെ വാക്യം, എന്നാൽ നിങ്ങൾക്ക് ഐഹിക കാര്യങ്ങളെ കുറിച്ച് വ്യവഹാരമുണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നുവോ? പിടികിട്ടുന്നുണ്ടോ? സഭ ഗണ്യമാക്കാത്തവർ അതാരാ? സഭ ഗണ്യമാക്കുന്നത് ആരെയാ? ദൈവജനത്തെയാ, ദൈവത്തിന്റെ ഭക്തന്മാരെയാ, ദൈവത്തിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ ഭക്തനെയാണ് സഭ ഗണ്യമാക്കുന്നത്. സഭ ഗണ്യമാക്കാത്ത ഒരാളെന്ന് പറഞ്ഞാൽ അതിന് വെളിയിലുള്ള ഒരാളാണ്. അതിന് ആര് തന്നെയായിരുന്നു, കളക്ടർ ആയാലും ശരി, ചീഫ് മിനിസ്റ്റർ ആയാലും ശരി. ഹല്ലേലൂയ. ഈ ലോകത്തിലെ അവർക്ക് തീരുമാനമെടുക്കാൻ പറ്റുമോ? അതെല്ലാം ടെമ്പററിയാണ്. 7, 10 ഏറെയായാൽ 80. ഇത് ഓർത്തിരിക്കണം. അതിനപ്പുറത്താണ് നാം കോടാനുകോടി വർഷങ്ങൾ ജീവിക്കാൻ പോവുക. അത് ആരെങ്കിലും അല്ല ജീവിക്കുന്നത്, നമ്മൾ തന്നെയാണ്. നമുക്ക് നൊടി നേരത്തിനിടയിൽ ഈ ശരീരം മാറി പുതിയ ശരീരം ലഭിക്കും. തോമസ് ജോർജ് എന്ന് പറയുന്ന ഞാൻ വേറൊരു ശരീരത്തിലാകുകയും സ്വർഗത്തിൽ കർത്താവിനോടൊപ്പം ആയിരിക്കാൻ പോവുകയാണ്. എൻ്റെ ആ പഴയ ശരീരം എന്തെന്ന് ഞാൻ തേടി അലഞ്ഞ് നടക്കത്തില്ല. എനിക്ക് അതുപോലെ ആ സ്വർഗത്തിൽ വസിക്കാൻ പറ്റിയ അനുഗ്രഹീതമായ ഒരു ശരീരം ദൈവം എനിക്ക് തന്നിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന എനിക്ക് ഇപ്പൊ തന്നെ എൻ്റെ വിളിയും തിരഞ്ഞെടുപ്പ് ഞാൻ മനസ്സിലാക്കണം. എന്നെ ദൈവം വീണ്ടെടുത്തിരിക്കുന്നു. അവന്റെ രക്തത്തിന്റെ വില എന്താണ്? ആ രക്തത്തിലൂടെ എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഞാൻ ഇന്ന് ദൈവത്തിന്റെ മകനാണ്. കർത്താവിന്റെ വരവ് ഏത് സമയമായാലും ഞാൻ ചേർക്കപ്പെടും. അതാ നമ്മുടെ വിളി.
അതാണ് നമ്മുടെ പ്രത്യാശ, അതാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെയുള്ള ഒരാള്, വെളിയിലുള്ള ഒരാള്, സഭ ഗണ്യമാക്കാത്ത ഒരാളുടെ അടുക്കൽ നിങ്ങളുടെ വ്യവഹാരവുമായിട്ട് പോയി കഴിഞ്ഞാൽ സഭയെ തുച്ഛീകരിക്കുക, ദൈവത്തിന്റെ വചനത്തെ, ദൈവത്തിന്റെ വീണ്ടെടുപ്പ് പദ്ധതിയെ തുച്ഛീകരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ആ ഒരു ഉറപ്പും ധൈര്യവും ഇന്നു മുതൽ നമ്മൾ ഈ കേൾക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. നിങ്ങൾ ദൈവത്തിന്റെ ജനമാണ്, കർത്താവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഐഹിക കാര്യങ്ങൾ, ഈ ലോകത്തിലെ കാര്യങ്ങൾ എന്നാണ് ഐഹിക കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഐഹിക കാര്യങ്ങളെ കുറിച്ച് വ്യവഹാരമുണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നുവോ? അടുത്ത വാക്യം, നിങ്ങൾക്ക് ലജ്ജയ്ക്കായിട്ട് ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? ഇങ്ങനെ ഒരു കാര്യം തീർപ്പാൻ ഒരു ദൈവവചനത്തിൽ പ്രകാരം ദൈവ ആലോചന അറിയിക്കാൻ നിങ്ങളുടെ സഭയിൽ ഒരു ജ്ഞാനിയും ഇല്ലയോ? ദൈവത്തിന്റെ കാര്യങ്ങളെ മറ്റുള്ളവരെ അറിയിക്കാൻ തക്ക ഒരു മൂപ്പനും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? നിങ്ങൾക്ക് ലജ്ജ ഉണ്ടാകാനായിട്ട് ഞാൻ ചോദിക്കുക എന്ന് പറയും. ആ വിഷയത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ തന്നെ നിങ്ങൾ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം. തുടർമാനമായിട്ട് അതിനെ വിട്ടുപോകരുത്. ഒരു വിഷയം എടുത്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് അതിൻ്റെ അതിൻ്റെ ഒരു സീരിയസ്നെസ് നമുക്ക് പറഞ്ഞു തരിക. നിങ്ങൾക്ക് ലജ്ജ, നാണക്കേട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന രീതിയിൽ ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാ. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ജ്ഞാനിയും ഇല്ലേ? നിങ്ങൾക്ക് ഒരു മൂപ്പനും അവിടെ ഇല്ലേ ഈ കാര്യങ്ങൾക്ക് ഒരു തീർപ്പ് പറയാൻ തക്കോണം? ഇല്ല എന്നുണ്ടെങ്കിൽ ഒരാളെ ആക്കണ്ട, നിങ്ങളൊരു ഗ്രൂപ്പ് അങ്ങ് ആകുക. ഒരു 10 പേര് ചേർന്നിട്ട് ഒരു മൂപ്പന്മാരുടെ കമ്മിറ്റി രൂപീകരിക്കുക. ആ ഒരു ഫോർമാറ്റായിരുന്നു നമ്മളൊക്കെ ഫോം ചെയ്തേക്കുന്നത്. നമ്മുടെ കമ്മിറ്റി എന്ന് പറയുന്നത് ഏറെക്കുറെ ഏതാണ്ട് ആ പർപ്പസിലേക്ക് ഉള്ളതാണ്. പക്ഷെ കമ്മിറ്റിയിലെ അടി തീർത്തിട്ട് സഭയുടെ പ്രശ്നം തീർക്കാൻ പറ്റത്തില്ല. അതുപോലെ ബഹളമാണ് കമ്മിറ്റിയിലേക്കൊക്കെ വരുന്ന ആൾക്കാരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, എല്ലാ രീതിയിലും പക്വതയാർന്ന ആൾക്കാരായിരിക്കണം. ഞാൻ ഇതിനു മുമ്പുണ്ടായിരുന്ന സഭകളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളറിന് വരെ എഴുന്നേറ്റ് പിടിക്കുന്ന ലെവലിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ പുതിയ വിശ്വാസികൾ വന്നു കഴിഞ്ഞാൽ അവരെ വിശ്വാസം വിട്ടേച്ചു പോകും, ആ സഭയും വിട്ടേച്ചു പോകും. അതുപോലുള്ള പ്രശ്നങ്ങളാണ് കമ്മിറ്റിയിലൊക്കെ ഉണ്ടാകുന്നത്. ഈ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ ഒരാളെ ഇരുത്തേണ്ട, ഒരാളുടെ വ്യക്തി താല്പര്യം വന്നു എന്ന് വരാതിരിക്കാൻ ഒരു കമ്മിറ്റി, ഒരു മൂപ്പന്മാരുടെ ഒരു ഗ്രൂപ്പ് അവർ ചേർന്ന് തീരുമാനിക്കാം. 2 തന്നെ ആയിരുന്നാലും സഭയുടെ തീരുമാനങ്ങൾ സഭയുടെ ബൗണ്ടറിക്ക് വെളിയിൽ പോകരുത്. ലോകത്തിലുള്ള സാമൂഹിക എന്താ പറയുന്നത് കാര്യങ്ങൾ തീരുമാനിക്കുന്നിടത്ത്, ക്രമസമാധാന കാര്യങ്ങൾ തീരുമാനിക്കുന്നിടത്ത്, ഇങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങളുടെ വിഷയം പോകരുത് എന്ന് പറയുക. ഫുൾ സ്റ്റോപ്പാ. ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനി നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? അടുത്ത വാക്യം, അല്ല സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു, അതും അവിശ്വാസികളുടെ മുമ്പിൽ തന്നെ. കണ്ടില്ലേ? നിങ്ങളിൽ ഒരു സഹോദരൻ വേറൊരു സഹോദരനുമായിട്ട് വഴക്ക് കൂടുന്നു. വ്യവഹാരം വഴക്കാണ്. അതുണ്ടാകാൻ ഒന്നാമത് പാടുള്ളതല്ല. നിങ്ങൾ എന്തിനാ വഴക്കുണ്ടാകുന്നത്? എന്താ നിങ്ങൾക്ക് വേണ്ടുന്നത്? എന്ത് പ്രശ്നമാണെങ്കിലും സഭയ്ക്കുള്ളിൽ പറഞ്ഞു തീർക്കണം. നിങ്ങളിത് വെളിയിലിറങ്ങി വഴക്കുണ്ടാകുക, അതും അവിശ്വാസികളുടെ മുമ്പിൽ, സ്ട്രീറ്റില്, അയൽവക്കക്കാരുടെ മുമ്പിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ, നിങ്ങളെ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ, അവിടെ നിങ്ങൾ വഴക്കുണ്ടാകുക. സഹോദരങ്ങൾ തമ്മിൽ ഒന്നാമത് വഴക്കുണ്ടാകാൻ പാടില്ല. എന്ത് കാര്യത്തിനാണ് വഴക്കുണ്ടാകുന്നത്? എന്താണ് വഴക്കിന്റെ പ്രശ്നം? എന്ത് പ്രശ്നമായിരുന്നാലും നിങ്ങൾ അത് ക്ഷമിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ പറഞ്ഞ് തീരുമാനം ഉണ്ടാക്കണം. അതെന്ത് തീരുമാനം അറിയിക്കുന്നതിനോ അത് നിങ്ങൾ വിധേയരാകണം. ഇതെനിക്ക് താല്പര്യമില്ല, ഞാൻ ഹൈക്കോടതിയിൽ പോകും, സുപ്രീം കോടതിയിൽ പോകുന്നതും പറയാൻ പറ്റത്തില്ല. ഹൈക്കോർട്ടും സുപ്രീം കോർട്ടും ഒക്കെ സഭയുടെ താഴെയാണ്. തോമസ് ജോർജിന് എന്തോ കാര്യമായ പ്രശ്നം പറ്റിയിട്ടുണ്ട് എന്ന് ഇത് കേൾക്കുന്ന പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല. ഞാൻ പറയുന്നത് ദൈവിക ഉപദേശം, ദൈവിക സത്യങ്ങൾ, തിരുവചന സത്യങ്ങൾ. സഭയിൽ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൈക്കോർട്ടോ സുപ്രീം കോർട്ടോ അല്ല അത് തീരുമാനിക്കുന്നത്, സഭയാണ്. പ്രൈസ് ഗോഡ്. അല്ല സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു, ഇത് ഒന്നാമത്തെ തെറ്റ്. 2, അതും അവിശ്വാസികളുടെ മുമ്പിൽ, അത് അതിനേക്കാട്ടിൽ വലിയ തെറ്റ്. 7, നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു. ഞാൻ പറഞ്ഞ കാര്യം തന്നെ കണ്ടല്ലേ? അങ്ങനെ ഒരു വിഷയം നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകാനേ പാടില്ലായിരുന്നു. അതിന് പകരം നിങ്ങൾ അന്യായം സഹിച്ചുകൊള്ളാത്തത് എന്ത്? അതിപ്പോ എന്ത് പ്രശ്നമായാലും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റാത്തത്? നഷ്ടം ഏറ്റുകൊള്ളാത്തത് എന്ത്?
ഒരു ചെറിയ നഷ്ടം അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് ക്ഷമിച്ച് ഏറ്റെടുക്കുന്നില്ല? ദൈവത്തിന്റെ ആ ഒരു സ്വഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. കർത്താവായ യേശു ക്രിസ്തു കാണിച്ചു തന്ന ആ ഒരു മാതൃക, നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ദൈവിക മാതൃക, തിരുവചനം ദൈവശ്വാസീയമാണ്. ഇതെല്ലാം ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും വേണ്ടി നമുക്ക് തന്നിരിക്കുന്നതാണ്. അതിൽ നമ്മളോട് പറഞ്ഞിരിക്കും മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിലൊക്കെ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഉപദേശങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന ദൈവം നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന മാതൃകകൾ പലതുമുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ക്ഷമിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ? നഷ്ടം ഏറ്റുകൊള്ളാത്തത് എന്തുകൊണ്ടാണ്? എന്താണ് അതിലെ പ്രശ്നം? അതിന്റെ അർത്ഥം നിങ്ങൾ ദൈവത്തെക്കാൾ ഉപരി ഈ ലോകത്തെ സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ ഇടയിലുള്ള സമ്പാദ്യത്തെക്കാൾ ഈ ലോകത്തിലുള്ള സമ്പാദ്യത്തെ, ലോകത്തിലുള്ള പേരും പെരുമയും നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ പ്രശ്നം. കാരണം അടിസ്ഥാനപരമായിട്ട് നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും അതിന്റെ മഹത്വവും എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ക്രിസ്തീയ വിളി എന്താണെന്ന് പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവിടെ ഒരു വിഷയം എടുത്തിട്ട് അതിനെ ക്ലാരിഫൈ ചെയ്യുക. 8-ാമത്തെ വാക്യം, അല്ല നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു. അതും സഹോദരന്മാർക്ക് തന്നെ. ഇവിടെ നിങ്ങൾ അന്യായവും വരുത്തുന്നുണ്ട്, നഷ്ടവും വരുത്തുന്നുണ്ട്. ഡബിൾ നഷ്ടം. ആക്ച്വലി ഇത് രണ്ടും ചേർന്നപ്പോഴത്തേന് എന്താ പറഞ്ഞ, ഡബിൾ ഡിപ്പിംഗ്, ഡബിൾ നഷ്ടമാണ് വന്നേക്കുന്നത്. നിങ്ങൾ അന്യായം ചെയ്യുകയും ചെയ്യുന്നുണ്ട്, നഷ്ടം വരുത്തുകയും ചെയ്യുന്നു. അതും സഹോദരന്മാർക്ക്. ഇവിടെ നിങ്ങളുടെ സാക്ഷ്യം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യം, സഹോദരനോട് വ്യവഹരിക്കുവാൻ തക്കവണ്ണം ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. നിങ്ങളുടെ സാക്ഷ്യം നഷ്ടമാക്കരുത്. നിങ്ങളുടെ സൽകീർത്തി നഷ്ടമാകരുത്. ദൈവസഭയ്ക്ക് അപകീർത്തി ഉണ്ടാക്കരുത്. അനേക ജാതികൾ ഈ സത്യം അറിഞ്ഞ ദൈവമാർഗത്തിലേക്ക് വരാനുള്ളതാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ സഭാ കോടതി സ്ഥാപിക്കുകയല്ല. ഡോണ്ട് ഗെറ്റ് മീ റോങ്. ഞാനിപ്പോ ഇത്രയും സ്ട്രെസ് ചെയ്ത് ഇത് പറയുമ്പോഴത്തേന് പൗലോസ് അപ്പോസ്തലൻ എന്തോ സഭയിൽ കോടതി സ്ഥാപിക്കുകയാണ്, സഭാ കോടതിയുടെ എന്തോ വിവരണമാണ് എന്ന് വിചാരിക്കരുത്. ഞാൻ ഈ സ്ട്രെസ് ചെയ്യുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വിളിയുടെ ആ പവർ, ആ അതോറിറ്റി, ആ ഒരു മഹത്വം എന്താണെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു അല്പം എക്സ്ട്രാ സ്ട്രെസ് ഇതിലിടുന്നത്. എന്നാൽ പോൾ ഇവിടെ ചെയ്യുന്നത് ഒരു സഭാ കോടതി സ്ഥാപിക്കുകയല്ല. വിശ്വാസികളുടെ പ്രശ്നങ്ങളെല്ലാം സഭയിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ സഭ അതിനെ വ്യവഹരിക്കണമെന്നും അല്ല പറയുന്നത്. പ്രത്യുത വിശ്വാസികൾ അവർക്കുള്ള ആത്മീക ഐക്യത, അവരുടെ വിളിയും തിരഞ്ഞെടുപ്പിനുള്ള ദൈവിക പദ്ധതിയെക്കുറിച്ച് അവർ ബോധവാന്മാരായിരിക്കണം. അതിൻ പ്രകാരം സഭയിൽ വ്യവഹരിക്കാൻ പ്രബോധിപ്പിക്കുക. അങ്ങനെ അവരതിനെക്കുറിച്ച് ബോധവൽക്കരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളൊന്നും സഭയിൽ ഉണ്ടാകത്തില്ല. വിശുദ്ധ ചുംബനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശുദ്ധ ചുംബനമായിരിക്കും. പല്ലുകൊണ്ട്, മുന്നിലത്തെ പല്ലുകൊണ്ട് ചിരിച്ചുകൊണ്ട് അണപ്പല്ലുകൊണ്ട് ഇങ്ങനെ ഞറുമ്പുന്ന രീതിയിലുള്ള സ്വഭാവം ആരും വെച്ചേക്കത്തില്ല സഭയിൽ. മുന്നിലത്തെ പല്ലുകൊണ്ട് ചിരിച്ചു കാണിക്കുകയും അണപ്പല്ലുകൊണ്ട് ഞറുമ്പുകയും ചെയ്യുന്നത് ക്രിസ്ത്യാനിക്ക് പറ്റിയ ഒരു രീതിയല്ല. നമ്മുടെ വിളി എന്താണ്, നമ്മളെ എങ്ങനെ വിളിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വ്യവഹാരങ്ങൾ സഭയിൽ ഉണ്ടാകാനുള്ള ചാൻസ് തുലവും ചുരുക്കമാണ്. 7-8 വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ ചെറിയ കഷ്ടങ്ങൾ, അന്യായങ്ങൾ എന്താണ് സഹിക്കാത്തത്? എന്തുകൊണ്ട് സഹിക്കുന്നില്ല? നഷ്ടം ഏറ്റെടുക്കുന്നത് കൂട്ടുവിശ്വാസിയെ അപകീർത്തിപ്പെടുത്തുന്നതിനേക്കാൾ നല്ലതാണെന്ന് പറയുക. അത് നിനക്ക് കൂടുതൽ ദോഷം ചെയ്യും. നിന്റെ ഒരു കൂട്ടു സഹോദരനെയാണ് നീ അപകീർത്തിപ്പെടുത്തുന്നതെങ്കിൽ എൻഡ് ഓഫ് ദ ഡേ കർത്താവിന്റെ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റിൽ നിൽക്കുമ്പോൾ നിനക്കത് കൂടുതൽ ദോഷം ചെയ്യാൻ പോവുക. നിങ്ങളുടെ ഇടയിൽ ഒന്നാമതൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അതിനെ സഹിക്കണം, അതിനെ ക്ഷമിക്കണം. സംഗതി കാര്യങ്ങൾ ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, അപ്പൊ എന്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ ക്ഷമിക്കണമെന്ന് ചോദിക്കും. തെറ്റായ ഉപദേശങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ട് ഒരാൾ വന്ന് പ്രസംഗിക്കുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ക്ഷമിക്കുമോ? അങ്ങനെ ക്ഷമിക്കാൻ പാടില്ല. തെറ്റായ ഉപദേശങ്ങൾ, ദൈവവചനത്തിന് എതിരായിട്ട് എന്തെങ്കിലും പറയുകയോ പഠിപ്പിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെ നഖശികാന്തം എതിർക്കണം. അതിനെ പരിപൂർണമായിട്ട് ക്ലിയർ ആക്കണം. അതിനെ ഒരു വ്യവഹാരത്തിലേക്ക് പോകാതെ ശാന്തമായിട്ട് ആ കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ ശ്രമിക്കണം. അങ്ങനെയുള്ള വിഷയങ്ങളെ വെച്ച് പൊറുപ്പിക്കുവാനായിട്ട് നമ്മളെ അനുവദിക്കരുത്. ബാക്കി വിഷയങ്ങളൊക്കെ സഭയിൽ ഉണ്ടാകുന്ന വിഷയങ്ങളെ അന്യോന്യം ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുക. എന്നാൽ ദൈവവചനത്തിനെതിരായിട്ട് ഇന്ന് നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് ദൈവം തന്നിരിക്കുന്ന ദൈവിക ആലോചനയായത്, ഇതിനെ വളച്ചൊടിക്കാനോ കോട്ടിമാട്ടാനോ നാം അനുവദിക്കരുത്. അതിനെ യാതൊരു വിധത്തിലും പോൾ ഒരിടത്തും അനുവദിച്ചിട്ടില്ല. എന്ന് പറഞ്ഞതുപോലെ നാം അതിനകത്തിൽ വളരെ ജാഗരൂകരായിരിക്കണം. അപ്പോൾ തന്നെ സഭയിലെ എന്ത് പ്രശ്നവും, നമ്മുടെ വിളി എന്താണ്, നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്താണ്, നമുക്കിപ്പം ഒരു 10 കോടി രൂപ ലോട്ടറി അടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 രൂപ കടം തരാനുള്ളവനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവനോട് കാശ് കടം ചോദിക്കാൻ തോന്നുമോ? അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മേടിച്ച കാശ് തന്നില്ലല്ലോ
എന്ന് ചോദിക്കാൻ തോന്നുമോ? കാര്യം ഒരു 4 സൂട്ട് കേസ് നിറച്ച് നോട്ട് കെട്ടുകൾ വീട്ടിൽ ഇങ്ങനെ കൊണ്ടുവച്ചേക്കുക, ലോട്ടറി അടിച്ച് കിട്ടിയത്. അത്രയും കാശ് നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ ഒരു 100 രൂപ കടം പെട്ടിരിക്കുന്ന ഒരാളെ നമ്മൾ കണ്ടിട്ട് എന്താണ് കാശ് തരാഞ്ഞെന്ന് ചോദിക്കുമോ? ഇല്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വിളി എന്താണ്, നമ്മൾ എങ്ങോട്ട് പോകാനുള്ളവരാണ്, നമ്മുടെ ഭാഗ്യ പദവി എന്താണെന്നൊന്നും മനസ്സിലായി കഴിഞ്ഞാൽ ഈ ഇവിടുത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും നമുക്കൊരു പ്രശ്നമായിട്ടേ തോന്നത്തില്ല. ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഡിസ്കഷനേ ഇല്ലാതെ അങ്ങ് സോൾവ് ആയി പോകും. വലിയ പ്രശ്നങ്ങളൊക്കെ വില ഉണ്ടെങ്കിൽ അതൊന്ന് തല പൊക്കത്തുള്ളൂ. ആ തല പൊക്കുന്നത് സഭയിൽ മൂപ്പന്മാരുടെ മുന്നിൽ കൊണ്ടുവന്ന് അതിനെ റിസോൾവ് ചെയ്യണമെന്ന് പറയുക. വെളിയിൽ പോകാൻ അനുവദിക്കരുത്, സഭയെ അപകീർത്തിപ്പെടുത്തരുതെന്ന് പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബോഡി ഓഫ് ക്രൈസ്റ്റ് നമുക്ക് ആത്മീക ബന്ധമാണ് വലുത്. ഇവിടെ നമുക്ക് വേണ്ടുന്നത് നമ്മുടെ ആത്മീക ബന്ധമാണ്, സ്പിരിച്വൽ റിലേഷൻഷിപ്പ്. ഇവിടെ എന്താ പറയുന്നത്, വ്യക്തിപരമായ ബന്ധമുണ്ട്, അത് ഒരളവ് വരെ ശരിയാണ്. ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ മാനുഷികമായിട്ടുള്ള ബന്ധം നമുക്കുണ്ട്, വ്യക്തിപരമായ ബന്ധങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ടു എ സർട്ടൻ എക്സ്റ്റെന്റ് ഐ അഗ്രി വിത്ത് ദാറ്റ്. പക്ഷെ എന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെയാണ് ആത്മീക ബന്ധം എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു ആത്മീക ബന്ധത്തിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ വ്യക്തി ബന്ധത്തിൻ്റെയൊക്കെ മേലെയാ അത്. നമ്മുടെ ബന്ധം പിരിയ ബന്ധമാണ്. നാം നിത്യം സ്വർഗത്തിൽ വാഴാൻ പോവുക. ഇന്ന് തന്നെ നിങ്ങൾ സൂമിൽ കൂടെ കാണുന്നു, നാളെ നാം മുഖാമുഖം കാണുകയും നാം കർത്താവിനോടൊപ്പം നാം നിത്യം സ്വർഗത്തിലായിരിക്കാൻ പോവുക. എന്നാൽ നമ്മുടെ കൂടെ രക്ഷിക്കപ്പെടാത്ത വേറൊരാളുണ്ട്, അത് ഏത് പദവിയിലായിരുന്നാൽ തന്നെ അദ്ദേഹത്തെ മൺമറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, നമ്മൾ അദ്ദേഹത്തെ കാണത്തില്ല, അദ്ദേഹവുമായിട്ട് നമുക്കൊരു ബന്ധമില്ല. മനസ്സിലായോ? ആത്മീക ബന്ധമാണ്, അത് പിരിയ ബന്ധമാണ്, അത് നിത്യബന്ധമാണ്. അത് നമ്മൾ ഇവിടെ വെച്ച് സ്പോയിൽ ചെയ്യരുതെന്ന് പറയുക. ഇവിടെ നിങ്ങൾ അന്യായം ചെയ്യുന്നു, കൂട്ടു സഹോദരനെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്നു, ഇതെല്ലാം തെറ്റാണ്. ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ അടുത്ത വാക്യത്തിലേക്ക് കടക്കാം. 9-ാമത്തെ വാക്യം അവിടെ പറയണം, അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്നറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികർ, മദ്യപാന്മാർ, വാവിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. ഞാനിവിടെ നിർത്താം. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇവിടെ അന്യായത്തെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വരിക, നിങ്ങളുടെ ഇടയിൽ അന്യായം ഉണ്ടാകാൻ പാടില്ല, അന്യായം ചെയ്യരുത്. വന്നു കഴിഞ്ഞ് നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കണം, നിങ്ങളുടെ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഈ അന്യായം ഒന്നാമത് നിങ്ങളുടെ ഇടയിൽ വരത്തില്ല. വന്നാൽ തന്നെ സഭയിൽ പറഞ്ഞു തീർക്കണം, മൂപ്പന്മാർ അതിനെ വെച്ച് അതിനെ റിസോൾവ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഈ അന്യായം എന്തൊക്കെയാണെന്ന് പറഞ്ഞു വരിക. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതിന്റെ 9-10 വാക്യങ്ങൾ പറയണം, അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ല. ഇങ്ങനെ അന്യായം ചെയ്ത് നടക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്നറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, ഒരു 10 അന്യായത്തിന്റെ ലിസ്റ്റ് ഒറ്റ വാക്കിൽ അവിടെ പറയുക. ഇത് പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ജീവിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പറയുക. ഇവിടെ സഭയിലെ പ്രശ്നങ്ങൾ വ്യവഹരിക്കുന്നത് ഇങ്ങനെയുള്ളവരുടെ അടുക്കലാണ്. ഈ കൊരിന്ത്യ സഭയിലെ പ്രശ്നങ്ങൾ, അത് ഇതുപോലുള്ള വിഷയങ്ങൾ വരുന്നവര് ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഈ വിഷയം ഒന്ന് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുക. ഇതിന്റെ അർത്ഥം സഭയിൽ ആരെങ്കിലും ബൈ ചാൻസ് ഇതിൽ എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ രക്ഷ നഷ്ടമായി പോകുന്നല്ല. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ലൂസിങ് സാൽവേഷൻ. ഈ പറഞ്ഞു വരുന്ന വാക്യത്തിന്റെ അർത്ഥം നിങ്ങളുടെ രക്ഷ നഷ്ടമായി പോകും. ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ദുർനടപ്പുകാരായി പോയി, ബൈ ചാൻസ് വിഗ്രഹാരാധികളോ വ്യഭിചാരികളോ സ്വയംഭോഗികളോ പുരുഷകാമികളോ, ഇവിടെ പറയുന്ന ഈ 10 കൂട്ടം തെറ്റിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ രക്ഷ, നിങ്ങൾ വീണുപോയി എന്നല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ഈ കാര്യങ്ങൾ ചെയ്യുന്നവരും ഈ രീതിയിൽ നടക്കുന്നവരും ഒന്നും സ്വർഗരാജ്യം അവകാശമാക്കിയില്ല, ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്നുള്ളത് ശരിയാ, കാര്യം ശരിയാ. പക്ഷെന്നുണ്ടെങ്കിൽ അടുത്ത വാക്യം ശ്രദ്ധിച്ച്, അതിന് അടുത്ത വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. ഇത് കണ്ടില്ലയോ? ആ വകക്കാരും രക്ഷിക്കപ്പെടത്തില്ല, അവരാരും ദൈവരാജ്യത്തിൽ ചേർക്കപ്പെടത്തില്ല. നിങ്ങളും ഈ വകക്കാരായിരുന്നു, നിങ്ങളും പണ്ട് ഇങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ചെയ്ത് നടന്നിരുന്നവരായിരുന്നു. എങ്കിലും നിങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു.
മനസ്സിലായോ? ഈ വാക്യത്തിൽ എന്താ പോൾ പറയുന്നതെന്ന്? നിങ്ങളിൽ ആർക്കെങ്കിലും ഈ തെറ്റുകൾ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ രക്ഷ നഷ്ടമായി പോകുന്നല്ല പറയുന്നത്. പ്രത്യുത നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു എന്ന് പറയുക. ഇവിടെ നിങ്ങളെ തന്നെ കർത്താവിന്റെ രക്തത്താൽ നിങ്ങൾ കഴുകി വിശുദ്ധീകരിച്ച് നീതീകരണം പ്രാപിച്ചിരിക്കുന്നു. സച്ച് വേർ സം ഓഫ് യു, ബട്ട് നൗ യു ആർ വാഷ്ഡ് ആൻഡ് ജസ്റ്റിഫൈഡ് ആൻഡ് സാങ്ക്ടിഫൈഡ് ഇൻ ദ നെയിം ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗാഡ്. കർത്താവിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വസിക്കുക. പരിശുദ്ധ ദൈവത്തിന്റെ രക്തത്താൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുക. നിങ്ങൾ കഴുകപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾ വിശദീകരിക്കപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾ നീതീകരിക്കപ്പെട്ടിരിക്കുക. എന്നാൽ പണ്ട് നിങ്ങൾക്കും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ മറന്നു പോകരുത് എന്ന് പറയുക. ഞാൻ ഒന്നുകൂടെ വായിക്കാം. 9, 10, 11 വാക്യം. അന്യായം ചെയ്യുന്നവർ അന്യായം ചെയ്യരുത് എന്ന് പറയാ. ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അങ്ങനെ ചെയ്തു നടക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷഗാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. ഇങ്ങനെയുള്ള ഒത്തിരിയും ആൾക്കാരെ അവിടെ കാണാം. അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ഓരോന്നും എടുത്തു പറഞ്ഞുകൊണ്ട് പോൾ പറയുകയാണ്, ഇങ്ങനെയുള്ളവരാരും അതെല്ലാം അൻസാൻമാർഗിക ജീവിതം നയിക്കുന്നവരാ. അവരൊന്നും ദൈവരാജ്യത്തിലോട്ട് കടക്കാനുള്ളവരല്ല. അവരൊക്കെ ഏത് പദവിയിലായിരുന്നാലും, ഏത് പൊസിഷനിലും, ഏത് ലെവലിലായിരിക്കുന്നവരായിരുന്നാലും അവരൊന്നും ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. നിങ്ങൾക്കും ഈ സംഗതി വരാമായിരുന്നു. ബിക്കോസ് നിങ്ങളും ചിലർ ആ വകക്കാരായിരുന്നു. എങ്കിലും മനസ്സിലായോ? നിങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി. ഇപ്പോൾ നിങ്ങൾ അങ്ങനെ അല്ല, പണ്ട് അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ നിങ്ങളെ തന്നെ കഴുകി നിങ്ങൾ ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുക. നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന ദൈവജനമാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എറ്റേണൽ സെക്യൂരിറ്റി. നിങ്ങൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്നേക്കും രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരാ. സത്യവചനം കേൾക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നിരിക്കുകയും നിങ്ങളെ വീണ്ടെടുപ്പിന് നാൾ വരെ മുദ്രയിടുകയും ചെയ്തിരിക്കുക. എഫേസ്യ ലേഖനം 1-ാം 13-14 വാക്യങ്ങൾ. ഇതിനോടകം നിങ്ങൾക്ക് അത് ബൈഹാർട്ട് ആയിരിക്കണം. സത്യവചനം, ദൈവത്തിന്റെ ആ സത്യവചനം എന്ന സുവിശേഷം നിങ്ങൾ കേൾക്കുകയും നിങ്ങൾ അതിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട്, മനസ്സിലായോ? പരിശുദ്ധ ആത്മാവിനാൽ നിങ്ങൾ മുദ്രയിടപ്പെട്ടിരിക്കുക വീണ്ടെടുപ്പിന് നാൾ വരെ. ആ മുദ്ര ഒരിക്കലും ഒരു തെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ വന്നു കഴിയുമ്പോഴത്തേനും ആ മുദ്ര വിട്ടു പോവുകയല്ല. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കും, അത് ശരിയാ. കാര്യം നിങ്ങളുടെ ഉള്ളിൽ ആത്മാവ് വന്നിരിക്കുക. നിങ്ങളുടെ പുറത്തെ ശരീരം കൊണ്ട് നിങ്ങൾ തെറ്റായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആത്മാവിനെ ദുഃഖിപ്പിക്കും. എഫേസ്യ ലേഖനം 4-ാം 30-ാം വാക്യത്തിൽ പറയുക, പരിശുദ്ധ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അതിനാലല്ലോ നിങ്ങളെ വീണ്ടെടുപ്പിന് നാളിനായിട്ട് മുദ്രയിട്ടിരിക്കുന്നത്. ഓഫ് കോഴ്സ് നിങ്ങൾ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്യുകയോ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ ഉള്ളിലിരുന്ന് ആത്മാവ് ദുഃഖിക്കും, ഉള്ളിൽ വന്നിരിക്കുന്ന ആത്മാവ് ദുഃഖിക്കും. പക്ഷെ അതിനെ ദുഃഖിപ്പിക്കരുത് എന്ന് പറയുക. അതിന്റെ അർത്ഥം അത് വിട്ടേച്ച് പോകുന്നല്ല. അങ്ങനെ വിട്ടേച്ച് പോകാനായിരുന്നു ഇന്ന് ഉലകത്തിൽ ഒരു മനുഷ്യൻ കാണത്തില്ലായിരുന്നു പരിശുദ്ധ ആത്മാവ് ഉള്ളിൽ വസിക്കുന്നത്. 1 മണിക്കൂർ വസിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഇത് നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം കർത്താവിന്റെ കൃപയാൽ വീണ്ടെടുത്ത് നമ്മുടെ പ്രവൃത്തിയാലോ പ്രവൃത്തി കേടിനാലോ അല്ല, ദൈവം ചെയ്ത പ്രവൃത്തിയാൽ നമ്മളെ വീണ്ടെടുത്തിരിക്കുക. അതിലെ വിശ്വാസത്താൽ നമ്മളെ മുദ്രയിട്ടിരിക്കുക. അത്ര ഒരു മനോഹരമായ കൃപാ കാലഘട്ടത്തിൽ ജീവിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുക. ആ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമാണ് നാം. എന്നാൽ ഇത് മനസ്സിലാകാത്ത ഈ തെറ്റുകളൊക്കെ ചെയ്യുന്നവർ ഈ ദൈവരാജ്യത്തെ അവകാശമാക്കിയില്ല എന്ന് പറയുക. നിങ്ങളും ആ വകക്കാരായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ട് കർത്താവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുക. ഞാൻ ഇതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞ സ്ഥിതിക്ക് ഒരു വാക്യം കൂടെ കാണിച്ച് നിങ്ങൾക്ക് അല്പം കൂടെ ഒന്ന് ഉറപ്പ് തരാം. എന്നിട്ട് മുന്നോട്ട് നീങ്ങാം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം കണ്ടു. അവിടെ പറയാം, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അടുത്ത വാക്യം, മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിലും നിന്ന് മുദ്രയേറ്റവർ 144,000 പേർ. നിങ്ങൾക്കറിയാം ഞാൻ ഈ വായിക്കുന്ന ഭാഗം എന്താന്നുള്ളത്. ഇവിടെ 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 നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ മുദ്രയിട്ട് കഴിവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത്. ഇത് നശീകരണത്തിന്റെ 4 ദൂതന്മാരെ അഴിച്ചുവിട്ടിരിക്കുക. ഇവര് ലോകത്തിലേക്ക് ഭയങ്കര കഷ്ടം തുടങ്ങാൻ പോവുക. 7-ാമത്തെ അധ്യായമാണ് വെളിപ്പാട് പുസ്തകം. 7-ാം അധ്യായം ഭയങ്കര നശീകരണം ആരംഭിക്കുക. അപ്പം അതിനു മുൻപായിട്ട് 1,44,000 പേരുടെ നെറ്റിക്ക് മുദ്രയിടാൻ ദൈവം പറയുക.
ആ മുദ്ര ഓരോ ഗോത്രത്തിലും 10,000 പേര് വീതം 12 ഗോത്രമാണ്. 12 12 144. ആ 144,000 പേരുടെ മേലെയാണ് ഈ മുദ്ര വീണേക്കുന്നത്. കണ്ടില്ലയോ? മുദ്രയേറ്റവർ 144,000 പേർ. അവർ 12 ഗോത്രമാണ്. ഈ മുദ്ര അടിച്ചേക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ട്രിബുലേഷൻ പീരീഡാണ്. ഭയങ്കര പെർസിക്യൂഷൻസ് നടക്കുക, ഭയങ്കര കഷ്ടത നടക്കുക. നാം ഇന്ന് കാണുന്ന ഈ യുദ്ധവും ഈ മുറവിളിയൊക്കെ ചെറിയ ഈറ്റുനോവിന്റെ ആരംഭം മാത്രമാണ്. ശരിക്കും ഇത് വരാൻ പോവുക. അന്ന് ഇവിടെ കഷ്ടം, ക്ഷാമം, ഭൂകമ്പം, ഭയങ്കര കെടുതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോവുക, ഇരുട്ട് ബാധിച്ചിരിക്കുക, കണ്ണി കുത്തിയാൽ അറിയാത്ത കൂറ്റിരുട്ടാ മുന്നിൽ. അതുപോലുള്ള ഭയങ്കര കഠിന ശോധനയിൽ കൂടെ നമ്മൾ കടന്നു പോകാൻ പോവുക. ഇവിടെ നിൽക്കുന്നവര് അന്ന് മരണം കൊതിക്കും. ഇറുക്കുന്ന മാതിരിയുള്ള സാധനങ്ങൾ, കടിച്ചാൽ ഒരു മനുഷ്യൻ എങ്ങനെ വേദന എടുക്കും, അതുപോലുള്ള കാലഘട്ടത്തിലൂടെ കടക്കാൻ പോവുക. ആ സമയത്ത് വേണം ഈ ഉലകത്തിൽ നടന്ന സുവിശേഷം അറിയിക്കാൻ. ആ സമയത്ത് യഹൂദന്മാര് അമേരിക്ക മുതൽ ഓസ്ട്രേലിയ വരെ, ന്യൂസിലാൻഡ് വരെ ചിതറിക്കിടക്കുക. അവരോട് ഈ സുവിശേഷം അറിയിക്കണം, അവരെ വീണ്ടെടുക്കണം. അതിനുവേണ്ടി ദൈവം പല കാര്യങ്ങൾ ചെയ്യുന്നതിലെ ഒരു കാര്യമാണ് 12 ഗോത്രത്തിൽ നിന്നും 10,000 പേര് വീതം 1,44,000 പേരെ ഉലകം മുഴുവനും ഈ സുവിശേഷം അറിയിക്കാൻ അയക്കുക. അതിനുവേണ്ടി മുദ്രയിടുക. ഇവർ ഈ കഷ്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പക്ഷെ ഇവരെ ഈ ഉലകത്തിലുള്ള ഒരു ശക്തിക്കും തൊടാൻ കഴിയത്തില്ല. ഇവിടെ നടക്കുന്ന ഒരു ക്വാറന്റൈനും ഇവരെ തൊടാൻ കഴിയത്തില്ല. ഇവിടെ സാത്താൻ ആരെ വിഴുങ്ങണ്ടെന്ന് കരുതി അലർന്ന സിംഹം പോലെ ഇറങ്ങി വന്നിരിക്കുക. അവരുടെ ശരീരത്തിൽ തൊടാൻ കഴിയത്തില്ല അതിന്. കാര്യം കർത്താവിന്റെ മുദ്ര അവരുടെ മേലെ വീണിരിക്കുക. ഈ മുദ്ര ആർക്ക് വേണ്ടി അടിച്ചോ ആ ആളിന്റെ അടുക്കൽ ചെല്ലുന്നത് വരെ ആ മുദ്ര വീണവർ സുരക്ഷിതര. 14-ാം അധ്യായം കാണിക്കാം. 14-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ കൂടുന്ന വായിച്ച് കേൾപ്പിക്കാം. ഞാൻ ഈ വിഷയം പറഞ്ഞുകൊണ്ട് ഒന്ന് ക്ലിയർ ആക്കി തരാനാണ്. ഇത് കണ്ടല്ലോ, 7-ാം അധ്യായത്തിൽ അവരെ വിളിക്കുന്നത്. ഇത് 14-ാമത്തെ അധ്യായം. അവിടെ പറയുക, പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും, അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേര് നിൽക്കുന്നത് കണ്ടോ? ഇവർക്ക് ഒരുത്തർക്കും ഒരു പ്രശ്നവും പറ്റത്തില്ല. പെരുവെള്ളത്തിന്റെ എരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു കോശം കേട്ടു. ഞാൻ കേട്ട കോശം വൈണികന്മാർ വീണമീട്ടുന്നത് പോലെ ആയിരുന്നു. അവർ സിംഹാസനത്തിനും 4 ജീവികൾക്കും മൂപ്പന്മാർക്ക് മുൻപാകെ ഒരു പുതിയ പാട്ടുപാടി ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന 144,000 പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിക്കുവാൻ കഴിഞ്ഞില്ല. എന്തിനാ ഞാൻ ഇത് കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൺസ് യു ആർ സീൽഡ് യു ആർ ഓൾവേസ് സീൽഡ്, വൺസ് യു ആർ സേവ്ഡ് യു ആർ ഓൾവേസ് സേവ്ഡ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പരിശുദ്ധ ആത്മാവിന്റെ മുദ്രയാണ് നമ്മുടെ മേൽ വീണിരിക്കുന്നത്. ഇനി നമ്മളെ അത് കാത്തു സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നെങ്കിൽ 1 മണിക്കൂർ നമ്മൾ ആ മുദ്രയുമായിട്ട് നിൽക്കത്തില്ലായിരുന്നു. അതിന് മുമ്പായിട്ട് നമ്മൾ വീണു പോയേനെ. ഇന്ന് ആരെങ്കിലും ഈ വീണു പോകാതെ കർത്താവിന്റെ വചനപ്രകാരം നിൽക്കുന്നുവെന്ന് ഒരാളെ ഈ ഉലകത്തിൽ എവിടെങ്കിലും, അങ്ങ് അമേരിക്ക മുതൽ ഓസ്ട്രേലിയ വരെ ആരെങ്കിലും ഒരാളെ എന്നെ കാണിക്കാന്നുണ്ടെങ്കിൽ ഒരു പൊന്മോതിരം ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിന് 35-ാമത്തെ വാക്യം. നമ്മുടെ ഈ വിഷയം ഞാൻ വിചാരിച്ച പോലെ ഇന്നൊരു പക്ഷെ തീരുമെന്ന് വരത്തില്ല. എന്നിരുന്നാലും കുഴപ്പമില്ല, കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാം. റോമാലേഖനം 8-ാം അധ്യായം അതിന് 35-ാമത്തെ വാക്യം ഒന്ന് പ്രൊജക്ട് ചെയ്തോട്ടെ. 35-ാമത്തെ വാക്യം അവിടെ പറയുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? ഈ സ്നേഹത്തിലാണ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ വാളോ നഗ്നതയോ ആപത്തോ വാളോ, നത്തിങ് ക്യാൻ സെപ്പറേറ്റ് യു. വിളിച്ചിരിക്കുന്നത് കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കും. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ ഇതിനകത്തിൽ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടോ? ഒരു സാധനവും മിസ്സായിട്ടില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത് കർത്താവിന്റെ രക്തത്താലാണ്. അതിലെ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുക. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം തികയ്ക്കും. അവൻ വിശ്വസ്തൻ. റോമാലേഖനം 11:6 ഇതിനെ ഊട്ടി ഉറപ്പിക്കുക. അതായത് കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല എന്ന് പറയുന്ന ഒരു വാക്യം നമുക്കറിയാം. ഞാൻ അതുകൊണ്ട് അധികം നിൽക്കുന്നില്ല. നിങ്ങൾക്ക് സംശയം ആ ഭാഗത്ത് എപ്പോഴെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും അതിനെ കൂടുതൽ ഉറപ്പിച്ച് തരാം. അനേക റെഫറൻസുകൾ കാണിച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം, 9-ാം വാക്യം, 10-ാം വാക്യം
എല്ലാം എല്ലാം ഇതിന് ഉറപ്പ് നൽകുന്ന വാക്യങ്ങളാണ്. അപ്പോൾ തന്നെ പാരലായിട്ട് പല വാക്യങ്ങളും ഉണ്ട് രക്ഷ നഷ്ടമാകും എന്ന് പറയുന്നത്. അഫ്കോഴ്സ് ഐ അഗ്രി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൃപായുഗവും മറ്റുള്ള കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. കൃപായുഗത്തിലെ നമ്മുടെ ഭാഗ്യം അതാണ്. മറ്റുള്ള കാലഘട്ടത്തിൽ വീണുപോകും. ഇനി നമ്മൾ ഇവിടുന്ന് ചേർക്കപ്പെട്ടതിന് ശേഷം, നമ്മുടെ സഭ ഇവിടുന്ന് ചേർക്കപ്പെട്ടതിന് ശേഷം ഇവിടെ യഹൂദനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു പീഡന കാലത്തിലൂടെ നമ്മൾ കടക്കുക. 7 വർഷത്തെ ഒരു പീഡന കാലത്തിലേക്ക് കടക്കാൻ പോവുക. ആ സമയത്തും വീണു പോകുന്നവരെ നഷ്ടപ്പെട്ടു പോകും. അവരന്ന് കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്ന കാലത്തല്ല, അവര് കൃപയാൽ വിശ്വാസം ഉണ്ടായിരിക്കണം, അവർക്ക് പ്രവൃത്തിയാൽ അവരുടെ വിശ്വാസത്തെ തെളിയിക്കണം. യാക്കോബ് അപ്പോസ്തലനൊക്കെ അതാ പറയുന്നത്, പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം നിർജീവം അത്രയെന്ന് പറയുന്നത്. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിലൊക്കെ 6-ാം അധ്യായം 4-ാം വാക്യത്തിലൊക്കെ പറയുന്നത് എന്താ പറയുന്നത്, ഒരിക്കൽ പ്രകാശനം ലഭിച്ചതിന് ശേഷം നമ്മൾ വീണുപോയി കഴിഞ്ഞാൽ, മാറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയത്തില്ല. അഫ്കോഴ്സ് എബ്രായ ലേഖനം പറഞ്ഞിരിക്കുന്നത് ആ കാലഘട്ടത്തിലേക്കാണ്, ഹീബ്രൂസിന് എഴുതിയിരിക്കുന്നത്. എബ്രായരെ രക്ഷിക്കപ്പെടുന്ന കാര്യം എബ്രായ ലേഖനം മുതൽ ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തത് എന്ന് പറഞ്ഞ് അവിടെ മുതൽ തുടങ്ങുക. നാം ഇവിടുന്ന് പോയതിന് ശേഷം അവിടെ മുതൽ ആപ്ലിക്കബിൾ ആകാൻ പോവുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ്, യെസ് ഇൻഡീഡ്. അവിടെ നിങ്ങൾ വീണു പോയാൽ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. സാത്താൻ 666 നിങ്ങളുടെ നെറ്റിക്ക് അടിക്കും. അവിടെ നിന്ന് ഒരുത്തിന് തിരിച്ചു വരാൻ പറ്റത്തില്ല. കാലഘട്ടം വേറെയാണ്. ഈ കാലഘട്ടത്തിന്റെ ഒരു യുണീക്ക് അനുഗ്രഹമാണ്, ഒരു അതുല്യമായ ഒരു അനുഗ്രഹമാണ് എറ്റേണൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഈ കാലഘട്ടത്തിൽ ജനിക്കാനും ജീവിക്കാനും ഭാഗ്യം ലഭിച്ചത് തന്നെ ഒരു അതുല്യമായ ഭാഗ്യമാണ്. ഇതിന് മുൻപുണ്ടായിരുന്നവരും പാപം ചെയ്തു കഴിഞ്ഞാൽ തെറ്റിപ്പോയാൽ അവരെ ദൈവം അടിക്കും, അന്നേരമേ അടിക്കും. മോശയാണെങ്കിലും ശരി, അഹരോൻ ആണെങ്കിലും ശരി, അന്നേരം അടി കിട്ടിയാൽ. മോശയെ കനാൻ ദേശത്ത് കയറ്റിയില്ല. കാര്യം ശരിയാണ്, കാലഘട്ടം വേറെയാണ്. ഇത് കൃപായുഗമാണ്. ഇവിടെ പ്രവൃത്തിയാലോ പ്രവൃത്തി ഇല്ലാത്തതിനാലോ പ്രവൃത്തി ചെയ്തതിനാലോ ഒന്നുമല്ല. ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് യു ആർ സേവ്ഡ്. നിങ്ങൾക്കത് ഉറപ്പാണ്, വിശ്വാസത്തിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബൈ ചാൻസ് അവിടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് പറയണം, ഞാനത് കൂടുതൽ ക്ലാരിഫൈ ചെയ്തു തരാം. ഒരു ദിവസം അവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും ഞാൻ തയ്യാറാണ്. ക്രിസ്ത്യൻ ലിബർട്ടി, നമ്മുടെ വാക്യത്തിലേക്ക് മടങ്ങി വരാൻ കൊരിന്ത്യർ ലേഖനം പറഞ്ഞ് തീർക്കാനായിട്ട് കഴിയത്തില്ല. എന്നാലും അടുത്ത ആഴ്ചയിൽ ഞാൻ അതിനെ ഒന്നുകൂടെ ഒന്ന് റീക്യാപ്പ് ചെയ്ത് പോകുമ്പോൾ അടുത്ത ആഴ്ചയിൽ നമുക്കൊരു നല്ല പ്രോഗ്രസ് അതിൽ കൊണ്ടുവരാൻ കഴിയും. 12-ാമത്തെ വാക്യം, സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകിയില്ല. അടുത്ത വാക്യം 11-13, ഭോജ്യങ്ങൾ വയറ് ഭോജ്യങ്ങൾക്കും ഉള്ളത്, എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലായ്മയാക്കും. ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്രേ, കർത്താവ് ശരീരത്തിനും. എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മയും തന്റെ ശക്തിയാൽ ഉയർപ്പിക്കും. ഇവിടെയൊക്കെ നിന്ന് ഒരല്പം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഞാൻ അടുത്ത ആഴ്ചയിൽ വീണ്ടും ഇതിനെ ഒന്നുകൂടെ ഒന്ന് ടച്ച് ബേസ് ചെയ്ത് പോകാം, അന്നേരം ഇത് കൂടുതൽ മനസ്സിലാവും. ഇവിടെ ക്രിസ്ത്യൻ ലിബർട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അതാണ് വിഷയം. ക്രിസ്തീയ സ്വാതന്ത്ര്യവും നമ്മുടെ ഉത്തരവാദിത്തങ്ങളും എല്ലാം ആത്മീയമായിട്ട് പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകില്ല. എല്ലാം ആത്മീകമായിട്ട് പ്രയോജനമുള്ളതല്ല. നാം ഇതിനെല്ലാം കാണേണ്ടത് ആത്മീക കാഴ്ചപ്പാടില്ല. നമ്മളൊരു ആത്മീകനാണ്. ഒരു ആത്മീക വിളിയിലേക്കും തെരഞ്ഞെടുപ്പിലേക്കും വന്ന് നിത്യതയുടെ അവകാശത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നാം സകല കാര്യങ്ങളെയും കാണേണ്ടുന്നത് ആത്മീക കാഴ്ചപ്പാടിലൂടെ കാണണം, ആത്മീക കണ്ണാടിയിൽ കൂടി കാണണം. ഒരു കാര്യം വന്നു കഴിയുമ്പോഴത്തേന് അതുകൊണ്ട് നമുക്ക് ആത്മീകമായിട്ട് എങ്ങനെ ഗുണമുണ്ടാകുമെന്ന് ആദ്യം അതിനെ ഒന്ന് കാണണം. പിന്നെ വേണം ഈ ലോകപ്രകാരം അതിന് എന്ത് പ്രയോജനമാവുള്ളതെന്ന് നോക്കാനായിട്ട്. എല്ലാം ആത്മീയമായിട്ട് പ്രയോജനമുള്ളതല്ല. ലോകത്തിലുള്ള യാതൊന്നിനും നിങ്ങൾ അധീനരായി പോകരുത്. ആത്മീക സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നന്മ തിന്മകളെ കുറിച്ച് തിരിച്ചറിയാനുള്ള ഒരു ആത്മീക അധികാരം നമുക്കുണ്ടായിരിക്കണം. ശരീരം സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകയില്ല. ഭോജ്യങ്ങൾ വയറ് ഭോജ്യങ്ങൾക്കും ഉള്ളത്, എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലായ്മയാക്കും. ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്രേ, കർത്താവ് ശരീരത്തിനും. ശരീരം ദൈവം തന്നത് ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ. ഈ നമുക്ക് തന്നിരിക്കുന്ന ഈ ശരീരം, ഈ സൗന്ദര്യം, ഈ ആരോഗ്യം, ഈ കഴിവുകൾ, ഈ ടാലന്റുകൾ, ഇതൊക്കെ
ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, ദുർനടപ്പിനല്ല. കർത്താവിന്റെ നാമത്തിന് മഹത്വം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊക്കെ തന്നിരിക്കുന്നത്. നിങ്ങളുടെ വിളിയുടെ മഹിമ, നിങ്ങളുടെ ഭാവി പദവി ഒക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരം കൊണ്ട് അനേക കാര്യങ്ങൾ ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ചെയ്യുവാൻ കഴിയും. അന്ന് നമുക്ക് ഇങ്ങനൊരു അവസരം കിട്ടത്തില്ല. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഇന്ന് എനിക്ക് നിങ്ങൾക്കും കിട്ടുന്ന ഈ ഒരു അവസരമുണ്ടല്ലോ, നാം സ്വർഗത്തിലായിരിക്കുമ്പോൾ നമുക്ക് കിട്ടത്തില്ല. ജഡ്ജ്മെന്റ് സീറ്റിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ അവസരം കിട്ടത്തില്ല. ഇന്ന് നമുക്ക് കനിഞ്ഞ് ലഭിച്ചിരിക്കുന്ന ആരോഗ്യമാണ്, കനിഞ്ഞ് ലഭിച്ചിരിക്കുന്ന ബോധ്യമാണ്, തലയ്ക്ക് തന്നിരിക്കുന്ന ആ തെളിവ്, ആ വെളിവ്. മനസ്സിലായോ? ഈ സമയത്ത് നമുക്ക് ഇവിടെ വെച്ച് എന്ത് ചെയ്യണം എന്നുള്ളത് ചെയ്യുവാൻ നമുക്ക് പിന്നീടൊരു അവസരം കിട്ടത്തില്ല. നമ്മളിങ്ങനെ ഒരു അവസരം ഉപയോഗിച്ചില്ലല്ലോ എന്നൊരു കുറ്റബോധം നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാകും. കാര്യം ഇന്ന് നമ്മൾ ഒരുമാതിരി 50-50 ആയിട്ടാണ് നിൽക്കുന്നത്. അവിടെ പോകുമോ പോകത്തില്ലയോ, പോകാൻ ചാൻസ് ഉണ്ടോ, ഇവിടെ നിന്ന് പോകുമോ, നമുക്ക് ഇങ്ങനെ ഒരുമാതിരി ഒരു 50-50 ആയിട്ട് നിൽക്കുക. അതുകൊണ്ട് നമുക്കൊരു പൂർണ്ണമായിട്ട് അതിനെ ഇറങ്ങി തിരിച്ച് ഒരു തീരുമാനമെടുത്ത് കർത്താവിന്റെ നാമത്തിന് വേണ്ടി എനിക്കുള്ളതെല്ലാം ഞാൻ ചെലവാക്കി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുമെന്നൊരു തീരുമാനം എടുക്കാനായിട്ട് കഴിയുന്നില്ല. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ വ്യൂ വളരെ ക്ലിയർ ആണ്. നമുക്ക് കാര്യങ്ങളെ മൊത്തമായിട്ട് വ്യക്തമായിട്ട് കാണുവാൻ കഴിയും. അന്ന് നമ്മൾ റിഗ്രറ്റ് ചെയ്യും. അന്ന് നമുക്ക് ഭയങ്കര നഷ്ടബോധം, കുറ്റബോധം ഉണ്ടാകും. നശ്വരമായ ഈ ലോകത്തിൽ മാത്രം നമ്മൾ ആശ്രയിച്ചു. കാശ്, വീട്, കാറ്, ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞ് നമ്മൾ ഓടി നടന്നു. ഇതെല്ലാം നിസ്സാരമായിരുന്നല്ലോ, ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന പൂക്കളെ പോലെ ആയിരുന്നല്ലോ എന്ന് നമ്മൾ അന്ന് മനസ്സിലാക്കും. ഇവിടെ പോൾ പറയാണ്, ഭോജ്യം വയറിനും വയറ് ഭോജ്യങ്ങൾക്കും ഉള്ളത്. എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലായ്മയാക്കും. ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്രേ, കർത്താവ് ശരീരത്തിനും. എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മയും തന്റെ ശക്തിയാൽ ഉയർപ്പിക്കും. ഒരു ദിവസം നമ്മൾ ഇവിടുന്ന് ഉയർക്കും. കർത്താവിനെ പിതാവായ ദൈവം ഉയർപ്പിച്ചതുപോലെ നമ്മെ ഉയർപ്പിക്കും. കർത്താവിന്റെ ശക്തി നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുക. ആ ശക്തി കൊണ്ട് നമ്മളും ഒരു ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഞാൻ ഈ ഭാഗമെല്ലാം അടുത്ത ആഴ്ചയിൽ വീണ്ടും ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്യാം. 15-ാമത്തെ വാക്യം കൂടെ വായിച്ച് നിർത്തുകയാണ്. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു എന്ന് അറിയുന്നില്ലയോ? ക്രിസ്തുവിന്റെ അവയവങ്ങളെ ഞാൻ എടുത്ത് വേശ്യയുടെ അവയവങ്ങളാക്കാമോ? ഒരു നാളും അരുത്. വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരും എന്നുണ്ടല്ലോ. യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്, ഇതാണ് ഇവിടുത്തെ തീം. ഈ വിഷയമൊക്കെ പറയുന്നില്ല. തീം എന്ന് പറയുന്നത് കർത്താവുമായിട്ട് യൂണിറ്റിയിലായിരിക്കുക. യൂണിയൻ വിത്ത് ക്രൈസ്റ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. വേശ്യാവൃത്തി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനെ ശരിക്കും ഉൾക്കൊള്ളുവാൻ കഴിയും. അവിടുത്തെ അമ്പലത്തിലെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് വേശ്യാവൃത്തിയാണ്, പ്രോസ്റ്റിറ്റ്യൂഷൻ. അഫ്രഡൈറ്റിസിന്റെ അമ്പലത്തിൽ 1000 എന്താ പറയുന്നത്, മിനിമം 1000 ദേവദാസിമാരുണ്ടായിരുന്നു എന്നാ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ വേശ്യാവൃത്തി, ആ അമ്പലത്തിൽ ആൾക്കാർ വേശ്യാവൃത്തിക്ക് വന്നിട്ട് അതിന്റെ ഒരു ഫീസ് കൊടുത്തിട്ട് അപ്പോൾ അമ്പലത്തിലൊരു പ്രധാന വരുമാനമാണ്. അങ്ങനെ കാശുണ്ടാക്കിയിരുന്ന ഒരു അമ്പലമാണ്. ആ ഒരു എക്സാമ്പിള് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് അതിനെ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും, പെട്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരും എന്നുണ്ടല്ലോ. ചില എന്താ പറയുന്നത്, ദൈനംദിന പ്രശ്നങ്ങൾ, അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ് ഈ 6-ാമത്തെ അധ്യായത്തിൽ കൂടി പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ വിചാരിച്ചിരുന്നത് ഈ അധ്യായവും തീർക്കാൻ പറ്റും, അതിനുശേഷം ഒരു ക്വസ്റ്റ്യനും ആൻസർ പറയാൻ പറ്റും എന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ ആ അധ്യായം തീർക്കാൻ കഴിഞ്ഞില്ല. തീർച്ചയായിട്ടും അടുത്ത ആഴ്ചയിൽ നമ്മൾ അതിനെ കൂടെ ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്ത് ആ വിഷയം പൂർണ്ണമായിട്ട് മനസ്സിലാക്കി തന്ന അടുത്ത അധ്യായത്തിലേക്കും ചോദ്യത്തിലേക്കും ഒക്കെ കടക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ അതുകൊണ്ട് ഇപ്പോഴേ പറയുകയാണ്, അടുത്ത ആഴ്ചയിൽ ഇന്ന് പറയുമെന്ന് പറഞ്ഞ ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ടായിരിക്കും അടുത്ത ആഴ്ചയിലെ ക്ലാസ് ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് ഇത് അനുഗ്രഹമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈനംദിന ജീവിതത്തിൽ ക്രിസ്തീയ സഭ, ക്രിസ്തീയ വിളി, ക്രിസ്തീയ വിശുദ്ധന്മാരുടെ കൂട്ടം നാം എങ്ങനെ ആയിരിക്കണം, ഒരു സഭയിൽ നമ്മൾ എങ്ങനെ വർത്തിക്കണം, അതിനായിട്ട് കൊരിന്ത്യ സഭയിൽ ദൈവിക ആലോചന, ഇത് പോളിന്റെ അഭിപ്രായമല്ല, ദൈവിക ആലോചന പൗലോസ് അപ്പോസ്തലനോട് പരിശുദ്ധ ആത്മാവിനാൽ എഴുതി അവരുടെ കയ്യിൽ കൈമാറുകയാണ്. അത് നമ്മൾക്ക് അനുഗ്രഹമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെ ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ ഈ പഠിക്കുന്നത് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ. ഹല്ലേലൂയ. ഉറപ്പും ധൈര്യമുള്ളവരായി മുന്നോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ.